ഞാനൊന്നും ഭാഷ പറയാൻ അറിയാതെ, ഇംഗ്ലീഷ് പറയാൻ അറിയാതെ വിഷമിച്ച് കരഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് അറിയില്ലാത്തത് കൊണ്ട് എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതെൻ്റെ മക്കളെങ്കിലും അനുഭവിക്കരുതെന്നത്. പയ്യനെ സ്കൂട്ടറിൽ തൻ്റെ ടീഷർട്ടൊക്കെ ഇട്ട് ഒരു ചെറിയ തെർമോക്കോൾ ബോക്സ് എൻ്റെ കൊണ്ട് തന്നു. ഞാൻ ബോക്സ് പൊട്ടിച്ച് നോക്കിയപ്പോഴേ മീൻ നല്ല അടിങ്ങി നല്ല വൃത്തിയായിട്ടിരിക്കുന്നു. അതുങ്ങൾക്ക് ജീവനുണ്ടായിരുന്നു. അവർ എഴുന്നേറ്റ് തന്നെ സല്യൂട്ട് അടിച്ചത്. ഇൻ്റർവ്യൂ ഒന്നല്ല, ഇപ്പം ഇൻ്റർവ്യൂ അല്ല, ജസ്റ്റ് കാഷ്വലായിട്ട് ചോദിക്കുകയാണ്. ഇപ്പം സാറിൻ്റെ ഞാൻ ചിക്കനിലൊക്കെ ഇങ്ങനെ ഇത് നൈഫ് വെച്ച് ടെങ് 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 വെച്ച്. അപ്പോൾ എൻ്റെ സൈഡിൽ ഇരുന്ന് ദുബായ് കമ്പനിക്കാരൻ പറഞ്ഞേ, ശബ്ദം കേൾക്കരുത് എന്നോട് ഞാൻ എന്തായാലും കല്യാണം അയക്കും. അപ്പോൾ ഒരു പാർട്ണറെ കാണുമ്പോൾ അല്ലെ കല്യാണം അയക്കുന്നതിന് മുമ്പ് ഒരു എന്തൊക്കെ ക്വാളിറ്റീസാണ് കാണണ്ടേ? എൻ്റെ കുടുംബം കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായി ഇങ്ങനെ തട്ടിമുട്ടി പോകുന്ന ജീവിതശൈലി മാറി എനിക്ക് വേറെ ലെവലിൽ എനിക്ക് കുറേ നമ്മൾ പറയുകയാണെങ്കിൽ സ്റ്റുഡൻസ് ആയതുകൊണ്ട് കുറേ ആഗ്രഹങ്ങളിലും അതിൽ ഒരാഗ്രഹമാണ് എന്ത്, സാറിനെ പോലെ ഒരു വലിയ ഓൺട്രപ്രണർ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കാഷ്വലായിരുന്ന് ഒരു ഡിസ്കഷൻ നടത്തുക, നമുക്ക് എന്തും ചോദിക്കാനുള്ള അവസരം കിട്ടുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ വന്നതിന് താങ്ക്സ് പറയണം സാർ. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കുറേ വെച്ചാൽ നമ്മളൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഒരു ഓൺട്രപ്രണറുടെ മുമ്പിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കണമെന്നുള്ളത്. അപ്പം ആദ്യത്തെ ചോദ്യം എനിക്ക് അതിൽ വളരെ സന്തോഷമാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ, ഇതിനൊരു ലിമിറ്റുകളൊന്നുമില്ല, നിങ്ങൾക്ക് എന്തും ചോദിക്കാം. എനിക്കതിലേറെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ വിദ്യാർത്ഥികളോട് നിങ്ങളോട് സംവദിക്കുമ്പോൾ ഞങ്ങൾക്കറിയാത്ത പലതും ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എനിക്കങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റും എന്ന വിശ്വാസത്തിലാണ്. ഓക്കെ, ചോദ്യങ്ങൾ തുടങ്ങിക്കും. സാറിപ്പം കാലിഫിൽ ഓൾമോസ്റ്റ് മോർണിംഗ് മുതൽ സാറിൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഹൗ ഡു യു ഫീൽ ആഫ്റ്റർ റീച്ചിങ് ഹിയർ? ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്ന ഒരു വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരുത്തേണ്ട ചില മാറ്റങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഒരു ട്രഡീഷണൽ വിദ്യാഭ്യാസ മേഖല പോകുവാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എങ്ങും എത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മുടെ സിസ്റ്റം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നു കാലിഫ് അതിൽ കുറച്ചെങ്കിലും മുന്നോട്ട് പോയിട്ടുണ്ട്. എൻ്റെ ഒരു പ്രതീക്ഷകൾക്കനുസരിച്ച് നീങ്ങാനുള്ളൊരു സാധ്യത കാലിഫിനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഒരു സാധാരണ സ്കൂളിൽ പഠിച്ചാൽ കിട്ടുന്ന ഒരു ഔട്ട്കം ആയിരിക്കില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് വരുന്നതെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, സാറ് കുറേ പോഡ്കാസ്റ്റിൽ പറഞ്ഞല്ലോ സാറിൻ്റെ ബിസിനസ് മാൻ ആവണമെന്നുള്ള സ്വപ്നം അംബാസഡർ നിന്നാണ് തുടങ്ങിയതെന്ന്. അപ്പോൾ സാറിൻ്റെ പറയുക നല്ല സക്സസ് ആയി, ബിസിനസ് നല്ല ഗ്രോത്ത് ആയി, ഇത്രയും കാലത്ത് ആഗ്രഹങ്ങളൊക്കെ ഫുൾഫില്ലായി. ഇനി സാറിനോട് ചോദിക്കാം, വാട്ട്സ് യുവർ നെക്സ്റ്റ് ഗോൾ? എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാരനാകണമെന്ന ആഗ്രഹം സാമ്പത്തികം ഉണ്ടാക്കാനല്ല. എനിക്ക് ഏറ്റവും വലിയ ധനവാനാകണമെന്ന് ഒരാഗ്രഹവുമില്ല. ഇന്ത്യയിൽ ഏറ്റവും വലിയ ധനവാൻ ഞാനാകണം എന്നെനിക്ക് ഒരാഗ്രഹവുമില്ല. എനിക്ക് കടങ്ങളൊന്നും ഇല്ലാണ്ട് ജീവിച്ചു പോയാൽ മതി, എൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോയാൽ മതി. അല്ല അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇത്ര കോടി മാറ്റി വയ്ക്കാൻ പറ്റണം, അങ്ങനത്തെ യാതൊരു ആഗ്രഹമില്ല. അത് ഞാൻ എൻ്റെ മക്കളോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹമുണ്ട്, ഞാനെന്ന ബിസിനസ്സുകാരൻ എല്ലാവരും അറിയുന്ന ഒരു ബിസിനസ്സുകാരനാകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ കൊണ്ടുവന്നൊരു ഐഡിയ ലോകം മുഴുവൻ അറിയണം, ഒത്തിരി പേര് ഐഡിയയെ പിന്തുടർന്ന് ഇനിയും ബിസിനസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതെനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതാണ്. അതിപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ അത് പ്രാവർത്തികമായിട്ടുമുണ്ട്. ഇപ്പം ഞാൻ ഒരുമാതിരി ബിസിനസ് ആവശ്യത്തിന് പല രാജ്യങ്ങളിലൊക്കെ പോകും. ഏത് രാജ്യത്ത് ചെന്നാലും ഒരാളെങ്കിലും മാത്സാറല്ലേ എന്ന് ചോദിക്കുന്ന ഒരു സ്ഥലം വരെ എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കൊക്കെ ഇൻസ്പയർ ഒരു സാധനമാണ്. സാർ ഓൾറെഡി പറഞ്ഞു, വേൾഡിൽ ഏത് കോർണറിൽ പോയാലും നമ്മളുണ്ടാക്കിയ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ദാറ്റ് പീക്ക് സക്സസ് ആണ്. ആൻഡ് സാറ് പറഞ്ഞൊരു കാര്യം ലാസ്റ്റ് കേരള സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിൽ സാർ മെൻഷൻ ചെയ്തൊരു കാര്യം കൂടിയാണ്. അതൊക്കെ നമുക്ക് ഇൻസ്പയർ ആയിട്ട് മോട്ടിവേറ്റ് ആയിട്ടുള്ള സാധനമാണ്. ഒരു വലിയ സാധനം ബിൽഡ് ചെയ്യണം, അതൊരു ഓൺട്രപ്രണർ എന്ന പ്രോബ്ലം സോൾവ് ചെയ്യണം, ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസ് ഈ ലോകം മൊത്തം അംഗീകരിക്കും എന്ന രീതിയിൽ എത്തണമെന്നുള്ളത് നമുക്ക് സാറിൻ്റെ നിന്ന് കിട്ടിയൊരു വലിയൊരു ടീച്ചിങ് ആണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അതെന്താണെന്ന് പറയുക, ഇപ്പം മീൻ കച്ചവടം ചെയ്താൽ പോലും ഇങ്ങനെയൊക്കെ വരാം, ഇങ്ങനെയൊക്കെ ആകാമെന്ന് മനസ്സിലായില്ലേ. അപ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ടെന്നേ, വളരെ ചെറിയ കാര്യം മതി. പക്ഷേ ഏതെങ്കിലും ഒരു മേഖലയിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഇന്ത്യയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ് ലോകത്ത് എല്ലായിടത്തും എത്തണം. ഏത് കോർണറിൽ ചെന്നാലും ആ പ്രൊഡക്റ്റ്, ഇപ്പം ഞാൻ പറഞ്ഞില്ല, എപ്പോഴും എവിടെ ചെന്നാലും കൊക്കക്കോള, പെപ്സി, മക്ഡൊണാൾഡ്സ്, KFC എല്ലാ സാധനങ്ങളുണ്ട്. സാംസങ്, ആപ്പിൾ, കിയ, ഹുണ്ടായി ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടേതായ, നമ്മൾ ഇത്രയും വലിയ രാജ്യവും
ഇത്രയും വലിയ പാരമ്പര്യവും ഇത്രയും വലിയ വിദ്യാഭ്യാസമൊക്കെയുള്ള രാജ്യത്ത് നിന്ന് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിട്ടില്ല എന്നത് ഞാൻ വരെയുള്ള തലമുറയുടെ കുഴപ്പമാണ്, ഞങ്ങളുടെ തെറ്റാണത്. പക്ഷേ അത് നിങ്ങളതിനെ പോസിറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ ഒരു ചാൻസ് ഇവിടെ കിടപ്പുണ്ട്. മനസ്സിലായി? നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ ആരെങ്കിലും ഇന്ത്യയിൽ നിന്ന് വരും. അടുത്ത 10-15 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ഒരു പ്രൊഡക്റ്റ് ലോകത്ത് അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതൊരു പക്ഷേ കാലിഫിൽ നിന്നാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്. സാർ, ഇത്രയും ഇതിപ്പം ബിസിനസ് നമുക്ക് കുറേ മേഖലയുണ്ട്, അതിന് വൈ ഫിഷ് ഇത്ര സിമ്പിളായൊരു കാര്യം എന്താണ്? അത് എൻ്റെ ഒരു ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ ജനിച്ചു വളർന്നത് ചേർത്തല താലൂക്കിലെ പള്ളിപ്പുറം എന്നൊരു ഗ്രാമത്തിലാണ്. എൻ്റെ ഗ്രാമത്തിൻ്റെ ഒരതിർത്തി വേമ്പനാട്ട് കായലും മറ്റേ അതിർത്തി കൈതപ്പുഴ കായലുമാണ്. ഞാൻ കൈതപ്പുഴ കായലിൻ്റെ തീരത്താണ് എൻ്റെ വീട്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു ഭാഗത്ത് മുഴുവൻ താമസിക്കുന്നവർ രാത്രിയിൽ അവിടുത്തെ ആണുങ്ങൾ ചെറിയ വള്ളത്തെ വലയായിട്ട് കായലിൽ പോയി മീൻ പിടിച്ചുകൊണ്ട് വരും. വെളുപ്പിനാകുമ്പോൾ അവർ കരയിൽ വരും. ചെറിയ കായലാണ്, കൈതപ്പുഴക്കാർ വലിയ കായൽ, കടൽ പോലത്തെ അല്ല, കായലാണ്. ആ കായലിൽ നിന്ന് മീൻ പിടിച്ചുകൊണ്ട് വരും. മീൻ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവിടുത്തെ ചേച്ചിമാർ കൊട്ടയിലോ ചരുവത്തിലോ വെച്ചിട്ട് മീൻ കൊണ്ടുപോയി നാടിൻ്റെ പല ഭാഗങ്ങളിൽ കൊടുക്കാൻ പോകും. അതാണ് ഞാൻ കുഞ്ഞിലേ തൊട്ട് കണ്ടു വളർന്ന ബിസിനസ്. എൻ്റെ കണ്ണ് തുറന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്ന നാൾ മുതൽ, ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കാണുന്ന ആദ്യത്തെ ബിസിനസ് അതാണ്. അപ്പോൾ സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ആ മീൻ വിൽക്കുന്നവരും അതെൻ്റെ മനസ്സിൻ്റെ ഉള്ളിലായിപ്പോയി. ഒരുപക്ഷെ എൻ്റെ ഒരു അറിവില്ലായ്മ കൊണ്ടാണ് ഇതാണ് വലിയ ബിസിനസ് എന്ന് മനസ്സിലായിപ്പോയി. പിന്നെ മീനിനോടും കടലിനോടും കായലിനോടുള്ള ഒരു ഇഷ്ടമുണ്ടല്ലോ. പിന്നെ എൻ്റെ അമ്മച്ചി നല്ല മീൻകറി വെച്ച് തരും. അപ്പം എന്തോ അങ്ങനെ മീനിനകത്തായിപ്പോയി. സാർ, എൻ്റെ ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഇപ്പം ഒരു വലിയൊരു ഡിബേറ്റായിട്ട് നടക്കുന്ന ഒരു സാധനമാണ് എന്ത്, അതായത് ഒരു +2 കഴിഞ്ഞിട്ട് കോളേജ് അല്ലെങ്കിൽ എഡ്യൂക്കേഷന് പോകണോ അതോ നേരെ ബിസിനസ്സിലേക്ക് കടന്നാൽ മതിയോ? ആ ഒരു ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾ 3 സ്റ്റാർട്ടപ്പുകാരെ എറണാകുളത്തൊരു ഫംഗ്ഷൻ ഇരിക്കുക. അപ്പോൾ ഞങ്ങൾ 3 പേരെയും ഇൻട്രൊഡ്യൂഷൻ ചെയ്ത ആൾ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് ഇവർ 3 പേരും ഡ്രോപ്പ് ഔട്ടാണ് എന്നാണ് പുള്ളി പറയണത്. എന്നുകൊണ്ടാണ് പുള്ളി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഞാൻ എൻ്റെ മറുപടി പറയാൻ നേരത്ത് പറഞ്ഞു, നിങ്ങൾ ഡ്രോപ്പ് ഔട്ടിനെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യരുത്. ഡ്രോപ്പ് ഔട്ട് എന്തോ വലിയ കാര്യമാണ്, ഡ്രോപ്പ് ഔട്ട് ചെയ്താലേ രക്ഷപ്പെടൂ എന്ന രീതിയിൽ നമ്മൾ പ്രത്യേകിച്ച് ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണ്. അറ്റ്ലീസ്റ്റ് ലാംഗ്വേജ്. ഞാനൊന്നും ഭാഷ പറയാൻ അറിയാതെ, ഇംഗ്ലീഷ് പറയാൻ അറിയാതെ വിഷമിച്ച് കരഞ്ഞിട്ടുണ്ട്. അവരുടെ മുമ്പിരുന്നല്ല, അത് കഴിഞ്ഞിട്ട്. എനിക്കതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ മക്കളെ നല്ലോണം ഇംഗ്ലീഷ് പഠിപ്പിക്കാനേ പറ്റുള്ളൂ. അല്ലേ, അതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ മക്കളെ അന്നൊന്നും സാമ്പത്തികമൊന്നും ഇല്ലാത്ത കാലത്തും ഞാൻ അവർ ഇൻ്റർനാഷണൽ സ്കൂളിൽ വിട്ടാണ് പഠിപ്പിച്ചത്. കാരണം ഇംഗ്ലീഷ് അറിയില്ലാത്തത് കൊണ്ട് എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അതെൻ്റെ മക്കളെങ്കിലും അനുഭവിക്കരുതെന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ പഠിക്കണം. ഇനിയുള്ള കാലത്ത് പഠനമില്ലാതെ, വിദ്യാഭ്യാസമില്ലാതെ ഡ്രോപ്പ് ഔട്ടായി രക്ഷപ്പെടാമെന്ന് നിങ്ങൾ കരുതുകയോ ചെയ്യരുത്. നമുക്ക് വിദ്യാഭ്യാസവും വേണം, ഒപ്പം നിങ്ങൾ ലോകത്തെ ഇങ്ങനെ ദിവസവും പഠിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിലേ നമുക്കിനി രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഡ്രോപ്പ് ഔട്ടിനെ ഒന്ന് മഹത്വവൽക്കരിക്കുകയോ ഡ്രോപ്പ് ഔട്ട് ആയതുകൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടതെന്ന് പറയുകയോ ചെയ്യരുത്. മെയിനായിട്ടുള്ള ഒരു ഡയലോഗാണ്, സിംഗിൾ പീസ് ഓഫ് പേപ്പർ കനോട്ട് ഡിസൈഡ് ഇൻ മൈ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ ഇങ്ങനെ ഡയലോഗ് കൊടുക്കും. പക്ഷേ ഇനി ഞാൻ പറയട്ടെ, ഞാനൊരു ഉദാഹരണം പറയാം. എനിക്ക് ഇംഗ്ലീഷ് നല്ലോണം സംസാരിക്കാൻ അറിയാൻ പറ്റില്ല, ഇപ്പോഴും അറിയില്ല. ഇപ്പം ഞാൻ ഇംഗ്ലീഷ് പറയും, കാര്യം മനസ്സിലാവും, ഞാൻ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പം മലയാളം പറയുന്നവർ ആത്മാവ് തൊട്ട് ഇംഗ്ലീഷ് പറയാൻ എനിക്കറിയില്ല. അതിൻ്റേതായ ഞാൻ ചില ആൾക്കാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും. എൻ്റെ ഒത്തിരി ബയേഴ്സ് വിദേശത്തുള്ളവരാണ്. അവരോട് കാര്യം നടത്തും, കച്ചവടം നടത്തും ഞാൻ. പക്ഷേ അവർക്ക് ഞാൻ പറയുന്ന വികാരം അതേപടി ഉൾക്കൊള്ളാൻ മലയാളം പറയുമ്പോൾ കിട്ടുന്നത് ഇംഗ്ലീഷ് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ അത് വേണം. അത് ഇനിയുള്ള കാലത്ത് ബിസിനസ്, പണ്ടൊക്കെ ബിസിനസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രം അല്ല ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ലോകം മുഴുവൻ നടന്ന് പർച്ചേസ് ചെയ്യാനും ബിസിനസ് ചെയ്യാനുള്ള സാധ്യത ഇന്ന് ലോകത്തുണ്ട്. അപ്പോൾ ഭാഷ ഒരു വലിയ സാധനമാണ്. അത് നമ്മൾ പഠനത്തിലൂടെ അതുകൂടി സ്വായത്തമാക്കണം. ഇംഗ്ലീഷാണ് നമ്മളുടെ, ഹിന്ദി മലയാളമൊക്കെ നമ്മുടെ പാസ്പോർട്ടുകളാണ്. ഇംഗ്ലീഷാണ് നമ്മുടെ വിസ. ഇംഗ്ലീഷ് നിങ്ങൾ എടുത്തിരിക്കണം, അല്ലെങ്കിൽ ലോകത്ത് നമുക്ക് പോയി നിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ആ പഠനത്തിൽ നിന്ന് നമുക്ക് ലോകത്തെ ഓരോ രീതികൾ മനസ്സിലാവും. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ദുബായിലൊരു ബിസിനസ്സിന് പോയി. അതായത് ഞാൻ ദുബായിലേക്ക് ഒരു കമ്പനിയിലേക്ക് പച്ചമീൻ കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയം അവിടെ അത് കൊടുത്ത കമ്പനിയിൽ നിന്ന് കംപ്ലയിൻറ്റ് വന്നു. അത് എടുക്കുന്ന കമ്പനിയുടെ ആൾക്കാർ ലണ്ടൻ ബേസുള്ള ആൾക്കാർ. നമ്മൾ കൊടുക്കുന്നത് ഞാനൊരു ദുബായ് കമ്പനി കൊടുത്തിട്ട് അവരാണ് അവർക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ തന്ന സാധനം മോശമാണ്, ഭയങ്കര കംപ്ലയിൻ്റായി. അവരൊരു സൂപ്പർ മാർക്കറ്റ് ചെയിനാണ്. അപ്പോൾ എന്നെ വിളിച്ചു. അവർ പൈസ കൊടുക്കുന്നില്ല, ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിക്ക്.
അപ്പോൾ എന്നെ വിളിച്ചു, ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ഞാൻ 2 ദിവസം മുമ്പേ ചെന്ന് ഞാൻ അവരുടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും പോയി ഫോട്ടോ എടുത്ത് കണ്ട് എനിക്ക് മനസ്സിലായി എന്താണ് അവർക്ക് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാനതെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ വന്നിരിക്കുക. ഇതുപോലൊരു മേശ, അപ്പുറം ഇപ്പുറം ഒന്ന് ദുബായ് കമ്പനി ആൾക്കാരും ഇപ്പുറത്ത് മറ്റേ ടീമും, ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് ഈ കസേരയിൽ ഇരിക്കുക. ഇരുന്നിട്ട് ഞങ്ങൾ സംസാരിച്ചു. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ മൊബൈലിലെ ഫോട്ടോയൊക്കെ കാണിച്ചു, അവർ സ്ക്രീനിലൊക്കെ ഇട്ട് കണ്ടു. ഞാൻ പറഞ്ഞതെല്ലാം അവർക്ക് മനസ്സിലായി. അതായത് അവിടുത്തെ ഒരുത്തൻ, ഒരു പർച്ചേസ് നോക്കുന്നയാൾ പാകിസ്ഥാനിൽ നിന്നുള്ള ചെമ്മീൻ വില കുറച്ച് മേടിച്ചിട്ട് എൻ്റെ ചെമ്മീനായി അവതരിപ്പിച്ച് അവൻ അതിൻ്റെ പൈസ കമ്മീഷൻ അടിക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായി? അങ്ങനെ അത് ആ ഓൺ ദ സ്പോട്ടിൽ അവനെ സസ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായി. എന്തായാലും എനിക്ക് പൈസയും കിട്ടി, ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ ഒരു സായിപ്പിനോട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്ര ഉറപ്പെന്ന് ചോദിച്ചു. അപ്പോൾ ഫോട്ടോ കാണിച്ചപ്പോൾ ഞാൻ തൊട്ട് കാണിച്ചു, ഇതെൻ്റെതല്ലെന്ന് ഞാൻ കാണിച്ചു കൊടുത്തു. പുള്ളി നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ തൊടാത്തൊരു മീനോട് വരികയല്ല സാർ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊണ് കഴിക്കാനിരിക്കുക, ഡിന്നർ ഇരിക്കുമ്പോൾ എല്ലാവർക്കും ഫുഡ് കൊണ്ടുവന്ന് വെച്ചു, എൻ്റെ മുമ്പിൽ വെച്ചു. എല്ലാവരും സ്പൂണും ഫോർക്കും വെച്ചാൽ കഴിക്കുന്നത്. ഞാൻ ചിക്കനിലൊക്കെ ഇങ്ങനെ ഇത് നൈഫ് വെച്ചാൽ ടെങ് 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 വെച്ച് കഴിക്കും. അപ്പോൾ എൻ്റെ സൈഡിൽ ഇരുന്ന് ദുബായ് കമ്പനിക്കാരൻ പറഞ്ഞേ ശബ്ദം കേൾക്കരുത് എന്നോട് പതിയെ പറഞ്ഞു. പിന്നെ ഞാൻ നോക്കിയിട്ട് എനിക്കത് അറിയില്ല. അപ്പോൾ ഞാൻ പിന്നെ ഫോർക്ക് കൊണ്ട് നമ്മൾ അതിനകത്ത് മുളകും കാപ്സിക്കൊക്കെ മാത്രം സവോളയൊക്കെ മാത്രം കഴിച്ച് റെഡിയായി കഴിഞ്ഞ് എഴുന്നേക്കാൻ നേരത്ത് എല്ലാവരും കുടിക്കും. ഞാനും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നമ്മൾ മലയാളികൾ ചെയ്യണമല്ലോ എന്നൊരു ഏമ്പക്കം വെച്ചു. അപ്പോൾ ദുബായ്ക്കാരൻ തീർന്നു. അതായത് അവരുടെ മുമ്പിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അവർക്ക് ഏമ്പക്കം വിടുന്നത്, നമ്മൾ സൗണ്ടിൽ വിടുന്നത് അവരുടെ മുമ്പർക്കൊരു അവരെ കളിയാക്കുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതാണ്. മീൻസ് ഇതൊക്കെ വേണം കേൾക്കുന്ന ആൾക്ക് വേണേൽ പറയാം, നിനക്ക് കൈകൊണ്ട് വരെ കഴിച്ചാൽ നീ എന്തിനാ കഴിക്കാൻ പോയെന്ന് വേണം ചോദിക്കാം. പക്ഷെ നമ്മളൊരു നാട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ സംസ്കാരത്തെയും അവരുടെ പൈതൃകങ്ങളെയും നമ്മൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ അത്യന്താപേക്ഷിതമാണ്. അവർക്ക് നമ്മളോട് നാളെ ഇടപെടണമെന്ന് തോന്നണ ഒരു വികാരം നമ്മൾ ഉണ്ടാക്കണം. അവിടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് ഇത്തരം പെരുമാറ്റങ്ങളൊക്കെ അതിൽ ഭയങ്കരമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പഠിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതെന്തോ എൻ്റെ മക്കൾ പഠിച്ച സ്കൂളൊന്നുമില്ല. അവിടെ ഫുഡ് കഴിക്കുന്നതൊക്കെ അവരുടെ ഫുഡായിരുന്നു. അവിടെ സ്പൂണും ഫോർക്ക് വെച്ചേ കഴിക്കാവുള്ളൂ. മനസ്സിലായി? അതുകൊണ്ട് അവരതൊക്കെ പഠിക്കാൻ പറ്റും. എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലായിരുന്നുകൊണ്ട് അതൊന്നും പഠിക്കാൻ പറ്റില്ല. പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ അബദ്ധങ്ങളൊക്കെ ഉണ്ടായത്. സാറ് ഇപ്പം ഫാദറാണോ ഗ്രാൻഡ് ഫാദറാണോ? സാറിപ്പം ഫാദറാണോ അതോ ഗ്രാൻഡ് ഫാദറാണോ? ഞാനിപ്പോൾ ഗ്രാൻഡ് ഫാദറാണ്. ഞാൻ ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പം സാറിൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം റീസെൻ്റ്ലി ഞാൻ സാറിനെ ലാസ്റ്റ് മീറ്റ് ചെയ്ത് നമ്മളെ കേരള സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിനോട് വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ സാറിൻ്റെ നോട്ട് ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ സാർ എപ്പോഴും നല്ല ഗ്രൂമായിട്ട് നടക്കുള്ളൂ. യങ്ങായി നല്ല ഗ്രൂമായി നല്ല ഷർട്ടൊക്കെ അയൺ ചെയ്ത്. അപ്പം അതൊക്കെ ഒരു ബിസിനസ്സിൻ്റെ ഇതിലേക്ക് വരുമ്പം ഒരു ഓൺടർപ്രനർ എന്നുള്ള രീതിയിൽ ഈ ഗ്രൂമിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടറാണോ? ഉറപ്പായിട്ടും. ഇപ്പം ഞാൻ എൻ്റെ കാര്യമല്ല, ഞങ്ങളുടെ കമ്പനി ഡെലിവറി കുട്ടികളില്ലേ, അതായത് മീനും മീറ്റും പാക്കറ്റ് വീട്ടുകളിൽ കൊണ്ട് കൊടുക്കുന്നവർ, അവരെ പോലും ഞങ്ങൾ ഗ്രൂം ചെയ്യും. അവരോട് നമ്മൾ പറയും നിങ്ങൾ എങ്ങനെ മുടി വെട്ടണം. അത് തുടക്കത്തിലേ ഞങ്ങൾ പറയും നമുക്കിങ്ങനെ സിസ്റ്റം ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിലേ നിങ്ങൾ ഞങ്ങളുടെ പറയും. കാരണം ആ കസ്റ്റമർ കാണുന്ന കമ്പനിയുടെ മുഖമെന്ന് പറഞ്ഞാൽ അവരാണ്. നമ്മളെപ്പോഴും ഡീസൻ്റായി നടക്കുക, നല്ല ഷർട്ടും നല്ല വില കൂടി ഷർട്ടെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മളുള്ളത് നമ്മളെ ഡീസൻ്റായി കിടക്കുകയും നല്ലോണം അലക്കി തേച്ച് വൃത്തിയും അങ്ങനെ നടക്കേണ്ടത് ഒരു കമ്പനി. ഇപ്പം നിങ്ങൾ എന്നെ കാണുന്നത് ഫ്രഷ് ടു ഹോമിൻ്റെ മുഖമാണ് അല്ലേ? ഞാൻ എങ്ങനെ ആയിരിക്കുമോ അതാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഫ്രഷ് ടു ഹോം. അപ്പോൾ ആ മുഖം എപ്പോഴും സുന്ദരമായിരിക്കേണ്ടത്, സുന്ദരമാക്കിയിരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. എനിക്ക് ഉള്ള സൗന്ദര്യം ഉള്ളെങ്കിലും പക്ഷെ അത് ഞാൻ നല്ല വെടിപ്പായിട്ട് കൊണ്ട് നടക്കണം. അപ്പോൾ സാറിന് നല്ലോണം നെറ്റ്വർക്കിംഗ് കിട്ടിയത്. സാർ പറഞ്ഞ് സാർക്ക് ഇപ്പോൾ ഈസി മുസ്തഫയിൽ കണക്ഷൻ ഉണ്ട്, സീമാർട്ടിന് മുതലാളിയിൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ സാറിന് ഈ കണക്ഷൻ കിട്ടിയത് ഭയങ്കര സക്സസ്ഫുൾ ആയപ്പോഴാണോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ പോലത്തെ ഒരു യങ് ആൻട്രപ്രനേഴ്സ് അല്ലെങ്കിൽ നല്ല ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ ഭയങ്കര ഹൈ നെറ്റ്വർക്കായ ആൾക്കാരോട് കണക്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള മെയിൻ കീ സാധനം എന്തായിരിക്കണം? എന്താ പറയുക, കണക്റ്റ് എന്ന് പറഞ്ഞാലേ ഒന്ന് അവരൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കുള്ള മനുഷ്യരാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെന്ന് അവരെ പരിചയപ്പെടാനോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് പരിചയപ്പെടാനോ പറ്റിയെന്ന് വരികയില്ല. പിന്നെ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ അവർ പരിചയപ്പെട്ടു പോകാം, ബന്ധങ്ങളാകാം. ഒരു മനുഷ്യനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവനുമായി ഇടപഴകുമ്പോൾ അവനോട് സംസാരിക്കാൻ എൻ്റെ മനസ്സിൽ താല്പര്യം കൂടുതലുണ്ടെങ്കിലാണ് ഞാൻ എപ്പോഴും അവനായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ചില മനുഷ്യനെ പരിചയപ്പെട്ട പിന്നെ നമുക്ക് അയാളുടെ സംസാരിക്കാനേ തോന്നിയില്ല. അപ്പോൾ അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റത്തിലുണ്ടാവും. അപ്പോൾ അവരൊക്കെ ആയിട്ട് പല മീറ്റിങ്ങുകൾ, ബിസിനസ് മീറ്റിങ്ങുകളൊക്കെ എനിക്ക് ഇടപെടാനും ആ ബന്ധത്തെ ഞങ്ങൾ നന്നായി വളർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് അവരുമായി പരിചയമുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല.
അവരുമായി പരിചയം പല വഴിക്കുണ്ടാകും. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ വലുതായി നിങ്ങളെ പരിചയപ്പെടേണ്ടത് അവരുടെയും കൂടി ആവശ്യമാക്കി നിങ്ങൾ മാറ്റണം. എൻ്റെ വാട്സപ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ ഒരു സാധനമുണ്ട്, നിങ്ങൾ എൻ്റെ സ്റ്റാറ്റസ് ഒന്ന് വായിച്ചു നോക്കണം. മനസ്സിലായി? അങ്ങനൊരു ലെവലിലേക്ക് നമ്മൾ വളരണം. അതാണ് നിങ്ങളുടെ. അപ്പോൾ നമ്മളിന്ന് ഈ പറയണ ഫ്രഷ് ടു ഹോം മാത്യു അല്ല, ഇതിനേക്കാൾ വലിയ ആൾക്കാരായാലും നിങ്ങളെ പരിചയപ്പെടണം, നിങ്ങളെ ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന വമ്പൻ ബിസിനസ്സുകാർ ആഗ്രഹിക്കും. കാരണം അവരെല്ലാവരും ഈ പുതിയ ആശയവും പുതിയ ഐഡിയയും കൊണ്ടുവരെ കാണാനും അവരിൽ നിന്ന് പഠിക്കാനും ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് എനിക്ക് നിങ്ങളിൽ നിന്ന് ചിലത് പഠിക്കാനുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന്, നിങ്ങളുടെ പെരുമാറ്റങ്ങളിൽ നിന്ന് എനിക്ക് ചിലതൊക്കെ പഠിക്കാൻ പറ്റും. അങ്ങനെ ആഗ്രഹിക്കുന്നവരായിരിക്കും എല്ലാ ബിസിനസ്സുകാരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവർ നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു വ്യത്യസ്തമായ സാധനം കൊണ്ടുവന്നാൽ, കാഴ്ചവെച്ചാൽ ഉറപ്പായും അവർ നിങ്ങളെ പരിചയപ്പെടാൻ താല്പര്യപ്പെടും. അവരോട് പരിചയപ്പെട്ടു എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വലിയ ആകണമെന്നില്ല. നമ്മൾ ഒരു ലെവലാകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം അവതരിപ്പിക്കുമ്പോൾ അവർ സ്വാഭാവികമായും നമ്മളായിട്ടൊരു സൗഹൃദം ഉണ്ടാവും. സാർ, ഈ ഒരു ചെറിയ കഥ കേൾക്കാനാണ്. അതായത് ഇപ്പോൾ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് റിസ്ക് ആയിരിക്കും. റിസ്ക് ഇല്ലാണ്ട് ബിസിനസ് എന്തായാലും നടക്കില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ സാറിന് ഇത് ക്വിറ്റ് ചെയ്ത് പോകണം എന്ന് തോന്നിയൊരു നിമിഷം ഉണ്ടായിട്ടുണ്ടോ? ഇനിയിപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ സാർ അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? ക്വിറ്റ് ചെയ്ത് പോകണമെന്നല്ല, ഞാൻ ഭയങ്കരമായിട്ട് നിരാശയിട്ട് പോയ സമയമുണ്ട്. അതായത് ഞാൻ ഈ ഫ്രഷ് ഫിഷിൻ്റെ എക്സ്പോർട്ടായിരുന്നു എനിക്ക്. ആ എക്സ്പോർട്ട് പൊട്ടിപ്പോയെന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രം കഴിവ് കൊണ്ട് മാത്രമല്ല, ലോകത്തിലെല്ലായിടത്തും അമേരിക്കയിൽ ബാങ്കുകൾ പൊട്ടി 2008 ഒരു റെസിഷൻ ഉണ്ടായി, ഒരു സാമ്പത്തിക ക്രൈസിസ് ഉണ്ടായി. നിങ്ങൾ പത്രങ്ങളല്ല ഗൂഗിളൊക്കെ എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഭയങ്കര പ്രശ്നമായി, ലോകം മുഴുവൻ സാമ്പത്തികം തകർന്നുപോയി. ആ തകർച്ചയിൽ 2010 8 കഴിഞ്ഞിട്ട് ഒരു 9-10 ആയപ്പോൾ എൻ്റെ ബിസിനസ്സും എക്സ്പോർട്ടായിരുന്നല്ല തകർന്ന് ഞാൻ ഈ കഴിഞ്ഞ അതിന് മുമ്പത്തെ 10 വർഷം ഞാൻ ഉണ്ടാക്കിയതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് വലിയ കണ്ടെയ്നർ ലോറികളുണ്ടായിരുന്നു, കാറുകളുണ്ടായിരുന്നു, ചെറിയ വണ്ടികളുണ്ടായിരുന്നു, പല സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ ഒന്നൊന്നായി വിറ്റ് അവസാനം ഞാൻ താമസിക്കുന്ന വീടും പറമ്പും മാത്രമായൊരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ പിന്നെ സീറ്റ് ഹോം ആരംഭിക്കുന്നത്. ആ സാഹചര്യത്തിൽ വെച്ചിട്ടാണ് വൈഫിനോട് ചോദിക്കുന്നത്, എന്തിനാണ് നമ്മളിങ്ങനെ വില കുറഞ്ഞ രാജ്യത്തേക്ക് കൊടുക്കുന്നത്, ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ വിറ്റുകൂടെ എന്ന ചോദ്യത്തിൽ നിന്നാണ് ഞാൻ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചതും മീൻ കച്ചവടത്തിന് ഇന്ത്യയിൽ ഇറങ്ങിയതും. ആ എല്ലാം നഷ്ടപ്പെട്ട സമയമുണ്ടല്ലോ, ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് വീട്ടിൽ കരയാൻ പറ്റും. വീട്ടിൽ കരഞ്ഞാൽ അവരെല്ലാവരും വീട്ടുകാരും കൂടി തകർന്നു പോകും. അപ്പോൾ ഞാൻ ഈ വിഴിഞ്ഞത്തും അവിടെയൊക്കെ കടപ്പുറത്ത് പോകുമ്പോൾ അന്നൊക്കെ ഇങ്ങനത്തെ ഹോട്ടലൊന്നുമല്ല, ചെറിയ ലോഡ്ജുകൾ റൂം എടുത്തിട്ട് രാത്രി പൊട്ടിക്കരയുന്നുണ്ട്. വേറെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല, സങ്കടം പെയ്ത് തീർക്കുമെന്ന് പറയാം. അങ്ങനെ നമ്മൾ ഇഷ്ടം പോലെ സ്ഥലത്തിന് ഒച്ച കരഞ്ഞിട്ടുണ്ട്, റൂമിൽ അടച്ചിട്ടിട്ട്. അങ്ങനെ ഇത്രയും വർഷം ഞാൻ ഉണ്ടാക്കിയതെല്ലാം തീർന്നല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയും. ആ സമയത്തൊക്കെ ഞാൻ എന്തിനാണ് പിന്നെ ഇത്രയും നാളും കഷ്ടപ്പെട്ടത്, ഇങ്ങനെ ആയിപ്പോവും, ഇതാണോ ബിസിനസ് എന്നൊക്കെ ചിന്തിച്ച സമയങ്ങളുണ്ട്. ഞാൻ അന്ന് എനിക്ക് ദുബായിലൊക്കെ ജോലി കിട്ടിയ ആ കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ്. അതൊന്നും പോകാതെ എനിക്ക് നാട്ടിൽ തന്നെ നിൽക്കണം, ഞാൻ എടുത്ത തീരുമാനം തെറ്റായിപ്പോയോ, ഇത്രയും എന്താ ഉണ്ടാക്കി ഞാൻ നാട്ടിൽ വലിയ ആളായി തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഞാൻ ചെയ്തതെല്ലാം വെറുതെ ആയല്ലോ, ഇനി തിരിച്ചു വരാൻ പറ്റുമോ എന്നൊക്കെ അങ്ങനെ വിഷമിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സീറ്റ് ഹോമും പിന്നെ ഫ്രഷ് ഹോമൊക്കെ ആയിട്ട് മാറിയത്. ഞാൻ ഇന്നലെ അർജൻറ്റീനയുടെ കളി കണ്ടപ്പോൾ അതാ ഓർത്ത്. കൈവിട്ടു പോയില്ലേ, എല്ലാം ഉണ്ടാക്കിയത് മുഴുവൻ കൈവിട്ടു എന്ന് തീരുമാനിച്ചൊരു ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ പിന്നെ തിരിച്ചു കയറുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അവിടെയാണ് നമ്മളുടെ പാഷൻ്റെ ബലം. ഞാൻ നേടിയേ അടങ്ങും, എനിക്കിനിയും അംബാസഡർ മേടിക്കണം എന്നൊരു ബലത്തിൽ നിന്നാണ് നമ്മൾ പിന്നെയും തിരിച്ചു കയറുന്നത്. സാർ അർജൻറ്റീന ഫാനാ? അർജൻറ്റീന. സാർ നിങ്ങളെ ഒപ്പീനിയൻ കേട്ടിട്ട് എനിക്ക് തോന്നി നിങ്ങൾ പാടുന്നത് നല്ല സപ്പോർട്ടീവ് ആണെന്ന്. അപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ 18 വയസ്സല്ലേ, കുറച്ച് വയസ്സ് എന്തായാലും കല്യാണം കഴിക്കും. അപ്പോൾ ഒരു പാർട്ണറെ കാണുമ്പോൾ അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു എന്തൊക്കെ ക്വാളിറ്റീസാണ് കാണണ്ടേ? നിങ്ങൾ അതായത് ഇപ്പം എൻ്റെ ഒന്നും കാലത്ത് ഇങ്ങനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെണ്ണിനോട് കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റിയില്ല, അങ്ങനെയൊന്നും പറ്റിയില്ല. ഫോണില്ല, സംസാരിക്കാൻ പറ്റിയില്ല, ഒരു എഴുത്ത് വിടാൻ പറ്റിയില്ല, എഴുത്തൊക്കെ വിട്ടാൽ അമ്മായിപ്പൻ കുടിക്കുകയില്ല, അങ്ങനത്തെ കാലമായിരുന്നു. അതായത് എൻ്റെ ഫോട്ടോ പോലും 2 പ്രാവശ്യം അവരെ അവളെ കാണിച്ചുള്ളൂ, പിന്നെ പുള്ളി കാണിച്ചാൽ. ഞാനൊന്ന് ഗുജറാത്തിലാണ് കല്യാണം ആലോചിക്കുന്ന സമയത്ത്. കല്യാണം ആലോചിച്ച് വീട്ടിൽ വന്നതാണ്. എൻ്റെ അനിയനൊക്കെ പഠിച്ച അനിയത്തിയും എൻ്റെ പെങ്ങളുടെ കൂട്ടുകാരി അങ്ങനത്തെയൊക്കെ കണക്ഷന് വന്ന ആലോചന വന്നതാണ്. അപ്പോൾ ഞാൻ പറയണത്, നിങ്ങളെപ്പോഴും അതിനു മുമ്പ് നിങ്ങൾ പെൺകുട്ടികളോട് സംസാരിക്കണം. ആരാണോ നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അവരോട് സംസാരിച്ചിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ അവരോട് പങ്കുവയ്ക്കണം. അപ്പം നിങ്ങൾക്ക് മാത്രമല്ല അവർക്കും ഉണ്ട് ചില സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങളെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല, പിന്നെ നിങ്ങൾ കൂടിയിട്ട് കാര്യമില്ല.
മനസ്സിലായി? അത് നിങ്ങൾ എന്തായാലും നിങ്ങൾ രണ്ട് കൂട്ടരും തുറന്ന് സംസാരിച്ച് എന്താണ് എൻ്റെ എയിം, അപ്പോൾ അവർക്ക് അവരുടേതായ ഇതുണ്ട്. ഇത് രണ്ടും യോജിച്ച് പോകും എന്നൊരു ജംഗ്ഷൻ വെച്ചിട്ടേ നിങ്ങൾ തീരുമാനം എടുക്കാവുള്ളൂ. പിന്നെ എപ്പോഴും നമ്മളെപ്പോഴും നമ്മുടെ സ്വപ്നം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അവരും നമ്മളെപ്പോലെ തന്നെ ഒരു പേഴ്സണാലിറ്റിയാണ് അല്ലേ? അവർക്കും സ്വപ്നങ്ങളുണ്ട്, അവരും ഇതുപോലെ പഠിച്ചതാണ്. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങളെ നിവർത്തിച്ച് കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളുടെ കൂടെ നിൽക്കുമോ എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അത് രണ്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് അത് വൈബായാൽ പിന്നെ മുന്നോട്ട് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിൻ്റെ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ് ഇന്ത്യൻ മാർക്കറ്റ് ഇത്രയും എന്താ പറയുക ലാർജ് മാർക്കറ്റാണ്. സാറിൻ്റെ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യനാണ് എൻ്റേത്. ഇന്ത്യ വിൽ നോട്ട് ഗ്രോ അൺടിൽ ദിസ് ഹാപ്പൻ. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. സാറിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും ജസ്റ്റ് ഒന്ന്? അതായത് ഇപ്പോൾ ഇന്ത്യ വളരാത്തതിൻ്റെ മെയിൻ ഒരു കാരണം, പ്രത്യേകിച്ച് കേരളം വളരാത്തതിൻ്റെ മെയിൻ കാരണം നമ്മുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രികളുടെ ശതമാനം മറ്റ് ബിസിനസ്സുകളെ സംബന്ധിച്ച് വളരെ കുറവാണ് ഇന്ത്യൻ മാർക്കറ്റിലും കേരളത്തിലും. ഇപ്പം ഞാൻ കേരളത്തിലെ കാര്യം പറയാം. ശരിക്കും പറഞ്ഞാൽ കേരളം ഇപ്പോൾ ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. ഏതോ സംസ്ഥാനങ്ങളിൽ ഏതോ രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളെ വിറ്റുമാറ്റാനുള്ളൊരു മാർക്കറ്റായി നമ്മൾ കേരളത്തെ മാറ്റി. ഇപ്പം എന്ത് പറ്റുമെന്നറിയാമോ? ഏതൊരു വസ്തുവും നിങ്ങൾ എവിടെയാണോ ഉൽപ്പാദിപ്പിക്കുന്നത്, നിങ്ങൾ ഇന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു സാധനം വാങ്ങി 100 രൂപയാണ് അതിൻ്റെ വില. ആ സാധനം മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിലോ മറ്റേതെങ്കിലും രാജ്യത്തോ ഉൽപ്പാദിപ്പിച്ചാണെന്നിരിക്കട്ടെ, നിങ്ങൾ കൊടുക്കുന്ന 100-ൽ നിങ്ങൾ എവിടുന്നാണ് 100 കിട്ടിയത്? നിങ്ങൾ ഈ നാട്ടിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 100 രൂപ. ആ 100 രൂപ അവിടെ കൊടുത്താൽ അതിൽ ഏകദേശം ഒരു 70 രൂപയെങ്കിലും ഇതിൻ്റെ ഉൽപ്പാദന സംസ്ഥാനത്തേക്കോ രാജ്യത്തേക്കോ പോകും. ബാക്കി 30 രൂപയാണ് നമ്മുടെ നാട്ടിൽ കിടന്ന് കറങ്ങുന്നത്. പണ്ടൊക്കെ ഈ 30 നമ്മുടെ നാട്ടിൽ തന്നെ കറങ്ങുമായിരുന്നു. ഇന്ന് ഈ 30-ൽ 15 രൂപയും അന്യ സംസ്ഥാനത്തേക്ക് പോകും. കാരണം ഇവിടെ ജോലി ചെയ്യുന്നത് മുഴുവൻ നോർത്ത് ഇന്ത്യക്കാരും നോർത്ത് ഈസ്റ്റുകാരുമാണ്. അപ്പോൾ ആ ബാക്കി 15% പണം മാത്രമേ നമ്മളുടെ ഈ ഇതിനകത്ത് കിടന്ന് കറങ്ങുന്നുള്ളൂ, റോൾ ചെയ്യപ്പെടുന്നുള്ളൂ. ഏത് മാർക്കറ്റിലാണോ കൂടുതൽ പണം റോൾ ചെയ്യപ്പെടുന്നത് അവിടെയാണ് ഗ്രോത്ത് ഉണ്ടാകുന്നത്. മനസ്സിലായി? ആ റോള് ചെയ്യപ്പെടുന്ന പണത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമ്മുടെ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റാണ് നിങ്ങൾ തുടങ്ങിയെന്നിരിക്കട്ടെ. ഇപ്പോൾ ഒന്നും വേണ്ട, ഒരു മിഠായി ഉണ്ടാക്കുന്ന കമ്പനിയാണ്. നിങ്ങളൊരു മിഠായി ഉണ്ടാക്കുന്ന കമ്പനി തുടങ്ങിയാൽ നിങ്ങളുടെ കമ്പനിയിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ, നിങ്ങളുടെ മിഠായി പൊതിയാൻ നിങ്ങൾ വാങ്ങുന്ന കടലാസ് ഉണ്ടാക്കുന്ന കമ്പനി അല്ല പേപ്പർ ഉണ്ടാക്കുന്ന കമ്പനി, ഈ കമ്പനി അതെല്ലാം കൂടി വന്ന് 1 കിലോയുടെ പാക്കറ്റാകുമ്പോൾ അതുണ്ടാക്കുന്ന ആ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന കമ്പനി, അതെല്ലാം കഴിഞ്ഞ് അതിനൊരു കാട്ടണത്താക്കുമ്പോൾ അതുണ്ടാക്കുന്ന കാട്ടൺ കമ്പനി തുടങ്ങി എല്ലാ മേഖലകളിലേക്കും നിങ്ങളുടെ പൈസ അങ്ങ് വിഭജിക്കപ്പെടുകയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന 100 രൂപ താഴത്തേക്ക് പോയിട്ട് നിങ്ങളുടെ ലാഭം ചില 10 രൂപ ആയിരിക്കും. ബാക്കി മുഴുവൻ 90-ഉം ഈ മാർക്കറ്റിൽ കിടന്ന് വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു മാർക്കറ്റിൽ പണത്തിനെ എത്തിക്കണം. നമ്മുടെ മാർക്കറ്റിൽ എത്രത്തോളം പണം വ്യാപ്തിയിൽ കിടന്ന് കറങ്ങുന്നോ അത്രയും മാർക്കറ്റ് നമ്മുടെ വലുതാവും. എൻ്റെ കയ്യിൽ എല്ലാ ദിവസവും പണം വരുമ്പോഴാണ് ഞാൻ വീട് പണിയുന്നത്, പണം വരുമ്പോഴാണ് ഞാൻ സാധനങ്ങൾ വാങ്ങുന്നത്, പണം വരുമ്പോഴാണ് ഞാൻ ഡ്രസ്സ് വാങ്ങുന്നത്, പണം വരുമ്പോഴാണ് ഞാൻ എൻ്റെ മക്കളെ വലിയ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. എല്ലായിടത്തേക്കും പോകുന്നത് പണത്തിൻ്റെ വരവിനനുസരിച്ചാണ്. അപ്പോൾ റോളിങ്ങിൻ്റെ പണി വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് എന്ന് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഇന്ത്യയിൽ കൂടുന്നോ, പ്രത്യേകിച്ച് കേരളത്തിൽ കൂടുന്നോ, അന്ന് നമ്മുടെ നിറം മാറും. നമ്മുടെ ഗ്രോത്ത് ഭയങ്കരമായിട്ട് മാറും. ഇന്ന് നമ്മളുണ്ടാക്കുന്നു, അതിൽ 80% പുറത്തേക്ക് പോകുന്നു. ബാക്കി ഒരു ചെറിയ തുക മാത്രമാണ് നമ്മുടെ നാട്ടിൽ കിടന്ന് കറങ്ങുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ വർഷവും കടം എടുക്കേണ്ടി വരുന്നത്. സംസ്ഥാനം എല്ലാ വർഷവും കടം എടുത്താൽ ജീവിക്കുന്നത് അല്ലേ? ആളോഹരി കടം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, ഞാൻ മാർക്കറ്റിന് വേണ്ടി പറഞ്ഞല്ലോ. ഇപ്പം നമ്മൾ അമിത് സാർ റീസെൻ്റ് ഇറങ്ങിയ വീഡിയോ ആണ്. സാറിങ്ങനെ പോകുമ്പോൾ വെക്കേഷൻ ടൈമിൽ ഒരു കുട്ടി ഒരു സാധാ കട എടുത്താണ്. പക്ഷേ ഓന് കട നിവൃത്തിക്ക് എടുത്തത്, പക്ഷേ വീഡിയോന് മുന്നിൽ വരാൻ നല്ല മടി. അപ്പോൾ എന്താ ചോദിച്ചു നോക്കുമ്പോൾ കുട്ടികൾ കാണും, കുട്ടികൾ ഊക്കും, ഫ്രണ്ട്സ് ഊക്കും. അതായത് ഇപ്പോൾ ഈ കാലത്ത് സ്ക്രാപ്പ് വിൽക്കുക അല്ലെങ്കിൽ തട്ടുകട നടത്തുക, അതൊക്കെ ഒരു മോശം ബിസിനസ്സായി കാണുന്ന ഒരു ഇതുണ്ടോ? അതായത് ബിസിനസ് സ്റ്റിഗ്മ ഉണ്ടോ? ഒരു ബാഡ് ബിസിനസ് അല്ലെങ്കിൽ ഗുഡ് ബിസിനസ്, അങ്ങനത്തെ ഒരു സാധനം ശരിക്കും ഉണ്ടോ? ഇത് ബാഡും ഗുഡൊന്നും അല്ല. അതിൻ്റെയൊക്കെ അടിസ്ഥാന കാര്യം ബിസിനസ്സേ മോശമായിരുന്നു നമുക്കൊരു കാലത്ത്. മനസ്സിലായി? എന്നോട് കേരളത്തിലൊരു ഫേമസ് ബിസിനസ്സുകാരൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാം, കൊച്ചോസഫ് ചിറ്റിലപ്പ സാറ് പറഞ്ഞിട്ടുണ്ട്, എടാ ഇന്നൊക്കെ നീയൊക്കെ സംസാരിക്കുമ്പോൾ കേൾക്കാൻ അല്ലെങ്കിൽ നിൻ്റെ വീഡിയോ കാണാൻ എത്രയോ ആൾക്കാരാണ്. ഞാനൊക്കെ ബിസിനസ് തുടങ്ങിയ കാലത്ത് ഒരു കല്യാണ വീട്ടിൽ പോയാലും എന്നെ കാണുമ്പോൾ എന്നെ ഞങ്ങളെ ഊറ്റി ജീവിക്കണോ,
ഞങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവൻ എന്ന മട്ടിലായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാരുടെ മെൻറ്റാലിറ്റി. അല്ലെങ്കിൽ നമ്മൾക്ക് ബിസിനസ്സുകാരുടെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് അതായിരുന്നു. ബിസിനസ്സുകാരെന്തൊക്കെയോ നമ്മളെയൊക്കെ പറ്റിച്ച് വെട്ടിച്ച് ജീവിക്കുന്നവരെന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചിരുന്ന നമ്മുടെ ഒരു കാലമുണ്ട്. അതിൻ്റെ മറ്റൊരു മുഖമാണ് ഈ പറഞ്ഞത്. അങ്ങനെ ഓൾറെഡി ബിസിനസ് തന്നെ ഒരു മോശപ്പെട്ട, അപ്പോൾ പിന്നെ അതിനകത്ത് ഇച്ചിരി ഗ്ലാമർ കുറഞ്ഞതാകുമ്പോൾ പിന്നെയും മോശമാവും. പക്ഷേ ഇന്ന് നമ്മുടെ ആ ചിന്താഗതി മാറിയിട്ടുണ്ട് ആൾക്കാരുടെ, അല്ലേ? എനിക്കൊരു അനുഭവം ഉണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഈ അവധി കഴിഞ്ഞ സമയത്ത് റേഡിയോ മാംഗോ ആലപ്പുഴയിൽ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ഈ സ്കൂൾ അവധിക്കാലത്ത് ബിസിനസ് നടത്തിയ പിള്ളേരെ വിളിച്ചവരുടെ പരിപാടി ഞാനായിരുന്നു ചീഫ് ഗസ്റ്റ്. കൊച്ചു പിള്ളേർ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ് 6ാം ക്ലാസ് എന്തൊക്കെയാണെന്ന് അവർ നാരങ്ങ വെള്ളം കലക്കി കൊടുക്കുക, കുലുക്കി സർവത്ത് കൊടുക്കുക, പിന്നെ അവരുടെ ഞാവൽപ്പഴം, അവരുടെ വീട്ടിലുണ്ടായ ഞാവൽപ്പഴം വിൽക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത പിള്ളേരാണ്. 7,000 രൂപയ്ക്ക് ഒരുത്തിന് 7,000 രൂപയുണ്ട്. കൊച്ചിറക്കൻ. ഞാൻ നീ എന്ത് ചെയ്ത്? അത് ഞാൻ എൻ്റെ അപ്പൻ്റെ കൂടെ എന്നിട്ട് അപ്പം സൈക്കിൾ മേടിച്ചു തരാൻ പറഞ്ഞു. സൈക്കിൾ മേടിച്ചു. ഇപ്പം ഞാൻ ആ സൈക്കിളാണ് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു. മീൻസ് അതിനൊന്നും നാണം വിചാരിക്കേണ്ട. ഇപ്പം ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ എൻ്റെ അത്രയും മണമുള്ള ബിസിനസ് നിങ്ങളാരും ചെയ്യുന്നില്ല, മീൻ കച്ചവടമല്ലേ. അതൊക്കെ അഭിമാനത്തോടെ പറയുന്നത്. എന്താ കുഴപ്പം? നമ്മൾ കള്ളത്തിന് ചെയ്യില്ല, ആരെയും കട്ടെടുക്കുമെന്നല്ല, നമ്മൾ ബിസിനസ് ചെയ്യുമല്ലേ. മീൻ ബിസിനസ് ചെയ്തുകൂടെ? ഇറച്ചി ബിസിനസ് ചെയ്തുകൂടെ? എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്? അതുകൊണ്ട് നമ്മൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനെ, അതാ ഞാൻ പറഞ്ഞത്, പാഷൻ മനസ്സിലുണ്ടാണ് എങ്കിലേ നമുക്കത് അഭിമാനത്തോടെ പറയാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നാട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ളൊരു സാധനം മൈൻഡിൽ വരുമ്പോൾ നമ്മൾ എന്താണ് മൈൻഡിൽ വെക്കേണ്ടത്? ഈ സാധനം മാത്രം നിങ്ങൾ മനസ്സിൽ ഉണ്ടാക്കരുത്. നമ്മുടെ അമ്മച്ചിമാർക്കൊരു സ്വഭാവമുണ്ട്, അമ്മമാർക്ക്. ഞാനൊരു ഒരു ആൻറ്റിയുടെ വീട്ടിൽ കലൂര് സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ്, ജവഹർലാൽ സ്റ്റേഡിയത്തിൻ്റെ വാതിൽക്ക് അന്ന് വനിതയുടെ എക്സിബിഷൻ നടക്കും. വനിത എല്ലാ വർഷവും ഒരു എക്സിബിഷൻ ഉണ്ട്. അപ്പോൾ ആൻറ്റിയുടെ മോളുണ്ട്, 22 വയസ്സുള്ളൂ. അവൾ ജോലി കഴിഞ്ഞ് സ്കൂട്ടറെ വന്ന് ഞാൻ ചെല്ലുമ്പോൾ ആൻറ്റിയും മോളും കൂടി ഭയങ്കര വഴക്കാണ് വീട്ടിൽ. ഞാൻ എന്താ കാര്യം? അവളിപ്പോൾ സന്ധ്യ നേരം അവൾക്കിപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ അവൾ പോട്ടെ, എന്താ കുഴപ്പം? അവൾക്ക് സ്കൂട്ടറിൽ അവൾ പോച്ചും വരും. ഈ രാത്രി ഇറങ്ങിയിടുന്ന നാട്ടുകാരെന്ത് പറയും? മനസ്സിലായി? നമ്മുടെ നാട്ടുകാരെന്ത് പറയാനാണ്? നാട്ടുകാരും വീട്ടുകാരും എന്ത് പറയുമെന്ന് ഓർത്തിട്ട് നമ്മൾ എന്തിനാണെന്ന് നമ്മുടെ തീരുമാനങ്ങൾ മാറ്റുന്നത്? നാട്ടുകാർക്ക് എന്തും പറയല്ലേ. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മനസാക്ഷിക്കും ഈ രാജ്യത്തിൻ്റെ നിയമത്തിനും ശരിയാണെങ്കിൽ നമ്മൾ ആര് പറയുന്നു, അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അവരെന്ത് വിചാരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുകയോ ചെയ്യരുത്. നമ്മൾ നമ്മുടെ ഗോളിലേക്ക് പോകണം. അല്ലാതെ ആരെങ്കിലും പറയും, ആരെങ്കിലും ചിന്തിക്കും, അവർ വിചാരിക്കും, ഇതൊന്നും നമ്മൾ അങ്ങനെ ചിന്തിച്ച് എല്ലാവരും എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് ഞാനിത് തുടങ്ങാമെന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല, ഒന്നും നടക്കില്ല. സാറിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ കുറേ വട്ടം ടെക്നോളജിക്കലി അഡാപ്റ്റ് ആവുന്ന ബിസിനസ്സാണ്. അപ്പോൾ സാറിന് ഈ ബിസിനസ് അഡാപ്റ്റ് ആവണം, എന്നാൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ എന്നുള്ള ആ ലെസൺ കിട്ടിയത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഏത് ഭാഗത്തുനിന്നാണ്? അല്ലെങ്കിൽ ആ സ്റ്റോറി ഒന്ന് ചെറുതായി പറഞ്ഞുതരാൻ പറ്റുമോ? ടെക്നോളജിയെ കുറിച്ചാണ് പറഞ്ഞത്. ഈ അഡാപ്റ്റ് ആവണം എന്നുള്ള ആ ഒരു സ്റ്റോറി, അപ് ടു ഡേറ്റ് ആവണം എന്നുള്ള ഒരു അത് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഈ അംബാസഡറിൻ്റെ കഥ പറഞ്ഞില്ലേ. ഈ അംബാസഡറിന് കൊടാക്കിൻ്റെ, ഞാൻ ഈ ബിസിനസ്സിൻ്റെ പ്രാന്ത് മൂത്ത് നടക്കുന്നുണ്ട്. ഞാൻ ഇന്നത്തെ പോലെ യൂട്യൂബും സാധനമൊന്നുമില്ല. പുസ്തകങ്ങൾ അല്ല വല്ല മാഗസിൻസ്, പത്രത്തിൻ്റെ ഒരു പേജിലൊക്കെ ഇച്ചിരി അടിച്ചു വന്നാണ് വായിക്കണത്. അപ്പോൾ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണത്. ഈ 10 വർഷം മുമ്പ് തുടങ്ങേണ്ട ബിസിനസ് ഇപ്പോൾ തുടങ്ങിയിട്ട് കാര്യമില്ലെന്ന്. അത് നമുക്ക് അന്നൊക്കെ വായിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ധീരുഭായ് അംബാനി ഗുജറാത്തിൽ വർക്ക്ഷോപ്പ് തുടങ്ങിയപ്പോൾ, ഇതൊക്കെ ഞാൻ അത് വായിച്ചിരുന്ന് പഠിച്ചിട്ട് ശരിയാകണമെന്നില്ല. ഇപ്പോൾ MBA പറയാൻ അയാൾ പറയാൻ തെറ്റാന്ന് പറയുമായിരിക്കും. ബിസിനസ് തുടങ്ങിയപ്പോൾ, പുള്ളി വർക്ക്ഷോപ്പ് തുടങ്ങിയപ്പോൾ അന്ന് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് വർക്ക്ഷോപ്പുകളുണ്ട്. അന്നത്തെ ബാക്കി വർക്ക്ഷോപ്പുകാരൊക്കെ എന്നെ അടുത്തെന്നറിയാമോ? അവർ ആ ഓരോ നെട്ടും ബോൾട്ടും ഞാൻ അറിഞ്ഞിട്ടേ പോകാവുള്ള, ഒരു പൈസ പോലും ഞാൻ അറിയാതെ പോരുമെന്ന് പറഞ്ഞ് നെട്ടും ബോൾട്ടുമുള്ള പെട്ടിയുടെ പുറത്താണ് പുള്ളി ഇരിക്കുന്നത്. എന്നിട്ട് പണിക്കാരെന്ന് പറയുമ്പോൾ 2 നെട്ട് 2 ബോൾട്ട് കൃത്യമായിട്ട് നല്ല അടുക്കും ചുറ്റോടും കൂടി അയാൾ എടുത്തു കൊടുക്കും. ധീരുഭായ് അംബാനി എന്നറിയാം, പുള്ളി പെട്ടിയാണ് മാറ്റി വെച്ച്. എന്നിട്ട് പുള്ളി പഠിച്ച് ഒരു കാർ എടുക്കണമെങ്കിൽ എത്ര സാധനം വേണം, എത്ര നെട്ട് ആവറേജ് ചിലവാകും എന്നൊക്കെ നോക്കിയിട്ടൊരു കണക്കും കമ്മട്ടിയായി ഉണ്ടാക്കി, ഒരു സിസ്റ്റം ഉണ്ടാക്കി, ഒരു ട്രാക്ക് ഉണ്ടാക്കിയിട്ട് പറഞ്ഞ് നിങ്ങൾ ബിസിനസ് ചെയ്യേണ്ട പുള്ളി അടുത്ത വർഷപ്പ് ഉണ്ടാക്കാൻ പോയി. അതുകൊണ്ടാണ് പുള്ളി വലുതായത്. മറ്റേ പെട്ടിപ്പുറത്തിരിക്കുന്നവർ ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. മനസ്സിലായി? അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ടീമിനെ വിശ്വസിച്ച് നമ്മളൊരു സിസ്റ്റം എപ്പോഴും ഉണ്ടാക്കണം. ഒരു വർഷം നമ്മൾ തന്നെ എല്ലാത്തിലും ഇറങ്ങി നിൽക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ആ ഒരു വർഷത്തെ നമ്മുടെ ആ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ അനുഭവം വെച്ചിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കമ്പനി ഒരു സിസ്റ്റം ഉണ്ടാക്കി, ഒരു ട്രാക്ക് ഉണ്ടാക്കണം. ആ ട്രാക്കിലൂടെ പിന്നെ അത് ഓടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു മാനേജർ മാറിയെന്ന് വെച്ചാൽ, ഒരു മാനേജർ മാറിയാൽ അടുത്ത മാനേജർ വന്നാൽ നമുക്കൊരു പ്രശ്നം. കാരണം അവിടെ ഒരു ട്രാക്കുണ്ട്, ആ മാനേജർക്ക് ആ ട്രാക്കിൽ കൂടിയേ പോകാൻ പറ്റുള്ളൂ. അവൻ്റെ കഴിവിനനുസരിച്ച് ചിലപ്പോൾ ട്രാക്കിൽ കൂടി അവൻ ഇച്ചിരി സ്പീഡിലോടും, ചിലപ്പോൾ സ്പീഡ് കുറഞ്ഞു പോകുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ട്രാക്ക് തെറ്റി ഒരുത്തനും പോകാൻ പറ്റണം.
സാറ് നേരത്തെ പറഞ്ഞ അവധിക്കാലത്തുള്ള ഒരുപാട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എനിക്ക് ആഡ് ചെയ്യാനുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഇവൻ നമ്മളിവിടെ ഇരിക്കുന്ന ആൾക്കാരും ബിസിനസ് അവധിക്കാലത്ത് ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് കാലിഫിൻ്റെ ഭാഗമായിട്ട് സമ്മർ ടാസ്ക് ഉണ്ടാവുന്നുണ്ട്. ഓരോ അതാ +1 കഴിഞ്ഞ് +2ലേക്ക് ഒരു 1 month ഗ്യാപ്പിൽ ഒരു 20 to 30 ടാസ്കുകളുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യണം. അതിലുണ്ടായിരുന്ന ഒരു ടാസ്ക് ആയിരുന്നു ഈദർ സ്റ്റാർട്ട് എ ബിസിനസ് ഒരു ലോഞ്ച് എ പ്രൊഡക്റ്റ്. അതിലിപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന പോലൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ നിങ്ങൾ എന്താ ചെയ്തത്? ഇൻഡിവിജ്വലായിട്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്ത സാധനം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വല്യുപ്പ കൃഷി ഇതിലുള്ള ഒരാളായിരുന്നു. ഞാൻ അത് ജസ്റ്റ് സാധാരണ വല്യുപ്പ ചെയ്യൽ ഫാമിലിക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും, വീട്ടിലേക്ക് എടുക്കേണ്ടത് എടുക്കും. ഞാൻ അവിടെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഞാനത് ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഉള്ളത് വല്യുപ്പൻ്റെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എടുത്തു, വാട്സപ്പ് ഗ്രൂപ്പിലിട്ടു, കിലോന് ഇത്രയാണ് വരുന്നത്. അപ്പം തന്നെ ഫാമിലി വാങ്ങി. ഓൾമോസ്റ്റ് 1 വീക്കിൻ്റെ അടുത്തോളം ഞാൻ എന്ത് ചെയ്ത് ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു. ഓൾമോസ്റ്റ് ഞാനും എൻ്റെ കസിൻസും കൂടി ഒരു 3 to 4 അതിൻ്റെ അബോവിൻ്റെ ആ ഒരു ആവറേജ് ഇതിൽ നമ്മൾ റവന്യൂ ജനറേറ്റ് ചെയ്തു വിത്ത് നോ എക്സ്പെൻസ്. കാരണം ഗ്രാൻഡ് ഫാദറിൻ്റെ ആയിരുന്നു. നമ്മൾ രാവിലെ ഹെൽപ്പ് ചെയ്യും, ഈവനിങ് ആകുമ്പോൾ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും ചെടികൾ നടണം എന്നുള്ള സാധനം. ഇതേ പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്തു കണ്ടിന്യൂ ചെയ്തു. ചെടികൾ നമ്മൾ നട്ടു, അവസാനത്തേക്ക് എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ഫലം തന്നു. അത് നമ്മളൊരു ബിസിനസ് ആക്കി മാറ്റി നമ്മൾ സെല് ചെയ്തു. അതിലൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതിലൊക്കെ നമ്മൾ റിജക്ഷൻസ് ഫെയിൽ ചെയ്ത്. ഇപ്പം ഞാൻ ഇവിടെ കാലിഫിൽ 10th class വരെ എനിക്കൊരു സ്റ്റാർട്ടപ്പ് റൺ ചെയ്യണം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം എന്ന് ഭയങ്കര ക്രേസ് ഉള്ള ഒരാളായിരുന്നു. കാലിഫിൽ എത്തിയ സമയത്ത് എനിക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി തന്നു. ഇപ്പോൾ ഞാനിവിടെ തിങ്കാരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് എഡ്യൂക്കേഷണൽ ടോയ്സ് ഓൺലൈൻ സ്റ്റോർ റൺ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 2 to 3 years ഇപ്പോൾ റൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിലിപ്പോൾ നമ്മൾ ഓൺലൈൻ സെയിൽസ് ഉണ്ടാവലുണ്ട്, ബട്ട് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബീച്ചിലും അതേമാതിരി ഒരുപാട് കോഴിക്കോട് ഓരോ ഏരിയയിലൊക്കെ ഇപ്പോൾ നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ സ്റ്റുഡൻസ് ഇവിടുന്ന് പോകും 4 ടീമായിട്ട്. അതേമാതിരി ഇവൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ സ്റ്റാൾ ഇടും. അതിലൊക്കെ നമ്മൾ ഒരു കോമൺ സാധനം നമ്മൾ ഫേസ് ചെയ്ത് റിജക്ഷനാണ്. അപ്പം ബിസിനസ്മാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മനക്കരുത്താണ്, അല്ലെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയി നിൽക്കണം. ബട്ട് ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ എന്താണ് തളർന്നു പോകും. ഇപ്പം ഈ തിങ്കാരിൻ്റെ ഇതിൽ നമ്മൾ ഡയറക്റ്റ് സെല്ലിങ്ങിന് പോയ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് റിജക്ഷൻസ് നമുക്ക് വന്നിട്ട് എന്തായാലും സാറിന് ഒരുപാട് റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ടാവും. സാർ അതെങ്ങനെ ഫേസ് ചെയ്തു? ഇപ്പം നമ്മളൊക്കെ ഫേസ് ചെയ്ത് വെച്ചാൽ ഒന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ അപ്പുറത്തെ ഒരു സെയിൽസ് നടക്കുമ്പം ഓല അങ്ങനെ ചിന്തിച്ചാൽ ഇവ നമ്മളെ മനസ്സിലാക്കിയല്ല, അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് എടുക്കും. അപ്പോൾ സാർ വലിയൊരു മാർക്കറ്റിലേക്ക് ഇറങ്ങിയ സമയത്ത് എന്ത് ടൈപ്പ് റിജക്ഷനാണ്, അല്ലെങ്കിൽ സാർ എങ്ങനെ അത് ഓവർകം ചെയ്തു? റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ 2012 ഓൺലൈനിൽ മീമിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ റിജക്ഷൻ കമ്പ്യൂട്ടറിൽ കൂടി മീൻ കിട്ടുമെന്ന് ആൾക്കാരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയണത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ സ്ട്രഗിൾ ടു ബിലീവ് ആയിരിക്കും. നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ കൂടി മീൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് മോനെ കമ്പ്യൂട്ടറിൽ കൂടി മീൻ മനസ്സിലായി അങ്ങനെ ഇത് ചെറിയ ആളെന്നല്ല, വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ പോലും ചോദിച്ച ചോദ്യം എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ കൂടി മീൻ വന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മളൊരു 10 പേരെ കാണുമ്പോൾ 9 പേര് ഇത് തന്നെ ചോദിക്കുമ്പോൾ നമ്മൾ ആകെ മനം മടുത്തു പോകും. മനസ്സിലായി? അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നൊരു കോട്ടുണ്ട്, ബിസിനസ് തുടങ്ങാൻ പലരെ കൊണ്ടും പറ്റും, ഒരു ബിസിനസ് പൂട്ടാൻ എല്ലാവരെ കൊണ്ടും പറ്റും, പക്ഷേ ഒരു ബിസിനസ് കൊണ്ട് നടക്കാൻ ചിലരെ കൊണ്ടേ പറ്റുള്ളൂ. അപ്പം നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത് ആ ചിലരാകാനാണ്. ആ ചിലരാകാൻ എനിക്കും നിങ്ങൾക്കും പറ്റിയാൽ ഏത് സാധനം വന്നാലും നമ്മൾ മുന്നോട്ട് തന്നെ പോകും. നമുക്ക് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. നമ്മളിങ്ങനെ പോകുന്ന ജീവിത സാഹചര്യത്തിൽ നിന്ന് എൻ്റെ തലമുറയിൽ ഒരു ബ്രേക്ക് ചെയ്തേ പറ്റുള്ളൂ. എൻ്റെ കുടുംബം കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായി ഇങ്ങനെ തട്ടിമുട്ടി പോകുന്ന ജീവിതശൈലി മാറി എനിക്ക് വേറെ ലെവലിലെത്തിയേ പറ്റുള്ളൂ. അതിനാരൊക്കെ റിജക്റ്റ് ചെയ്താലും ആരൊക്കെ തള്ളിയാലും നമ്മൾ മുന്നോട്ട് തന്നെ പോകും. കമ്പ്യൂട്ടറിൽ കൂടി മീൻ വിറ്റ കാലത്ത് എന്നെ എതിർക്കുകയും എന്നോട് പൊട്ടത്തരമെന്ന് പറയുകയും ചെയ്ത ആൾക്കാർ ഇപ്പോൾ ഓൺലൈനിൽ കൂടി മീൻ വിൽക്കുന്നുണ്ടോ? കസ്റ്റമേഴ്സല്ല, അവർ വിൽക്കുന്നുണ്ടോ? മനസ്സിലായി? അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മൾ മുൻപേ നടക്കുന്ന പക്ഷികളാകാൻ നമ്മൾ ശ്രമിക്കണം. മുൻപേ പറക്കുന്ന പക്ഷികൾക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ടാവും. ആരും പോകാത്ത സ്ഥലമാണ്, ഇരുത്താമ്പലുണ്ടാവും, കല്ലുണ്ടാവും, മുള്ളുണ്ടാവും, എല്ലാം ഉണ്ടാവും. എല്ലാവരും നടന്ന വഴിയെ കൂടി നടക്കാൻ നമുക്ക് ഈസി ആയിരിക്കും. പക്ഷേ എല്ലാവരും നടന്ന വഴിയിൽ പോകുമ്പോൾ എല്ലാവരും എടുത്തുകൊണ്ട് പോയതിൻ്റെ മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ. ഇത് ആരും കൊണ്ടുപോകാത്ത വെർജിനായിട്ടുള്ള സ്ഥലത്തോടാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നേട്ടം ഉണ്ടാവും. പക്ഷേ അത് യാത്ര ആ വഴിയെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ പിന്നാലെ പലരും വരികയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഏത് മേഖലയിലും മുൻപേ പറക്കുന്ന പക്ഷികളാകാൻ നിങ്ങൾ ശ്രമിക്കുക. ചിലപ്പോൾ അങ്ങനെ ഫസ്റ്റ് നമ്മൾ സാധനം സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഇപ്പോൾ ഒരു ഏരിയ ഉണ്ട് വിചാരിച്ചോളി, അവിടെ റെസ്റ്റോറൻറ്റ് തുടങ്ങി അവിടെ ക്ലിക്കായാൽ അവിടെ പിന്നെ എല്ലാവരും കൂടി തുടങ്ങും.
അപ്പോൾ നമുക്ക് കോമ്പറ്റീറ്റീവ്സ് എന്തായാലും മാർക്കില്ല നമ്മുടെ സാധനം ക്ലിക്കായാലും. അപ്പം പക്ഷേ ബാക്കിയുള്ള കോമ്പറ്റീഷൻ ചിലപ്പോൾ നമ്മളെങ്ങനെയാണ് ആ സാധനം നടത്തി കൊണ്ടുപോകാൻ അറിയില്ലേ, അതെങ്ങനെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ? അതാദ്യമാണ് നമ്മൾ എന്ത് തുടങ്ങുന്നോ അതിനെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം. ഞാൻ എന്താണ് തുടങ്ങുന്നത്, ആരാണ് എൻ്റെ കസ്റ്റമേഴ്സ്, അതാണ് ഞാൻ പഠിക്കേണ്ടത് ആദ്യം. എന്നിട്ട് വേണം നമ്മൾ അടുത്ത ലെവൽ ആരെങ്കിലും വരട്ടെ, കോമ്പറ്റീഷൻസൊക്കെ വന്നോട്ടെ. ഞാൻ ഇന്ത്യയുടെ കണക്കനുസരിച്ച് 55% നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണ്. അതായത് 140 കോടിയിൽ 70 കോടി നോൺ വെജ് കഴിക്കും ഇല്ലേ. ഈ 140-70 കോടി ജനങ്ങൾക്കാണ് എൻ്റെ കസ്റ്റമേഴ്സ്. അവരിൽ ഓൺലൈനിൽ അത്ര പേര് വാങ്ങാൻ ശേഷിയുണ്ട്. എല്ലാ ഡാറ്റയും നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ എനിക്ക് കോമ്പറ്റീഷൻസ് എത്ര പേര് വന്നാലും ഒരു പ്രശ്നമില്ല. അത്രയും വലിയ മാർക്കറ്റാണ് ഇത്, ആൾക്കാർ വരട്ടെ. പക്ഷേ ആകെ ചെയ്യേണ്ടത് നമ്മൾ കസ്റ്റമേഴ്സിനോട് എന്ത് പറയുന്നു, നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ പറഞ്ഞ കാര്യം നമ്മൾ അങ്ങേ അറ്റം വരെ നമ്മൾ പാലിച്ചിരിക്കണം. കെമിക്കലും പ്രിസർവേറ്റീവ്സും ഇല്ലാത്ത വസ്തുവാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര ഓർഡർ കൂടിയാലും എത്ര ഓർഡർ കുറഞ്ഞാലും ഞാൻ ആ വാക്ക് പാലിച്ചിരിക്കുന്നു. ആ വിശ്വസ്തത നമ്മൾ ബിസിനസ്സിൽ കാണിച്ചാൽ മാത്രമേ നമ്മളിവിടെ കസ്റ്റമർ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു 10 ബിസിനസ് കൂടുമ്പോൾ ക്വാളിറ്റി മാറ്റിയും അല്ല ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച അതൊക്കെ ചെയ്താൽ ഒരു മാസം കൂടി കൂടുവരിക കഴിയുമ്പോൾ നമ്മുടെ കസ്റ്റമർ തന്നെ നമ്മൾ റിജക്റ്റ് ചെയ്യും. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് കസ്റ്റമറിൻ്റെ കംപ്ലയിൻറ്റ് എന്നാണെന്നറിയോ, ഞങ്ങൾക്കറിയാം നല്ലോണം വില കൂടുതലാണെന്നാണ്. ശരിയാ, വില കൂടുതലാണ്. ഞങ്ങൾ മാർക്കറ്റ് വിലയ്ക്ക് കൊടുക്കണമെങ്കിൽ ഞങ്ങൾ മാർക്കറ്റിൽ വരുന്ന പ്രൊഡക്റ്റ് വേണം ചെയ്യാനായിട്ട് അല്ലേ. ഇന്നലെ തമിഴ്നാട്ടിലും ആന്ധ്രയിലും മത്തിയുടെ വില 60 രൂപയാണെങ്കിൽ കേരളത്തിലെ വില 180 രൂപയാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ തമിഴ്നാട്ടിലെ ആന്ധ്രയിലെയും കെമിക്കലിട്ട മീൻ വേണേൽ കൊടുക്കാം. പക്ഷേ നമുക്ക് വേണ്ടത് നമുക്ക് 150 രൂപയുടെ മത്തി നമ്മുടെ ലാഭമൊക്കെ ഇട്ടിട്ട് മേടിക്കുന്ന കസ്റ്റമേഴ്സ് മതി. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനോടാണ് നമ്മൾ വാക്ക് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ താൽക്കാലിക ലാഭത്തിന് വേണ്ടി നമ്മൾ തമിഴ്നാട്ടിൽ പോകരുത്. അപ്പോൾ സാറിന് ഇപ്പോൾ സക്സസ് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തല്ലോ പോയിന്റ് ഓഫ് ലൈഫ്. അപ്പോൾ ഈ സക്സസ് സാറിന് എന്താണ് കോസ്റ്റ്? സാറിൻ്റെ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ പീസിനെയോ അല്ലെ സാറിൻ്റെ ഹാപ്പിനെസ്സിനെയോ ഈ സക്സസ് അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? ഉറപ്പായിട്ടും സക്സസ് നമുക്ക് തരുന്നൊരു അംഗീകാരമുണ്ട്. എന്നെ സംബന്ധിച്ച് അതാണ് ഞാൻ പറഞ്ഞില്ല, എല്ലാവരും അറിയപ്പെടണമെന്ന് പറഞ്ഞാൽ മോഹമുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. സക്സസ് നമുക്ക് തരുന്നൊരു അംഗീകാരമുണ്ട്. നമ്മൾ ബിസിനസ് തുടങ്ങിയ കാലത്ത് നമ്മൾ അംഗീകരിക്കുകയോ നമ്മളെ കളിയാക്കുകയോ ചെയ്ത ആൾക്കാരും നമ്മളുടെ സ്വന്തക്കാർ, നമ്മളുടെ പരിചയക്കാർ, അങ്ങനെയുള്ള നാട്ടുകാർ, അങ്ങനെയുള്ളവരെല്ലാവരും അല്ല നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മൾ ഒരു ബ്രേക്ക് ചെയ്തതിൻ്റെ മുകളിലെത്തുമ്പോൾ നമ്മൾ അംഗീകരിക്കാനും നമ്മളുടെ ഐഡിയ ശരിയായിരുന്നു എന്ന് പറയാനും, ഞാൻ 5 വർഷം മുമ്പ് ശരിയായിരുന്നു എന്ന് എനിക്ക് തോന്നിയാണല്ലോ ഞാൻ നടപ്പാക്കിയത്. 5 വർഷം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് തോന്നിയത് ഇത് ശരിയായിരുന്നു എന്ന്. അതാണ് ഞാൻ തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നമ്മൾ മുൻപേ പറക്കാൻ ശ്രമിക്കണം. മുൻപേ പറക്കുന്നവർക്കേ ഭൂമിയിൽ അല്ലെ ജീവിതത്തിനിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. സാറ് വേറൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, സാർ എപ്പോഴും ഇന്ത്യൻ മാർക്കറ്റ് ഭയങ്കര വൈഡാണ്, അടിപൊളിയാണ്, ആ ഒരു സാധനം പറയാറുണ്ട്. അപ്പം ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു മിസ്കൺസെപ്ഷൻ, അതായത് തെറ്റിദ്ധാരണ എന്താണെന്ന് പറയാൻ പറ്റും? ഇപ്പം ഞാൻ പറയാം, ഞാൻ ഈ മീനിൻ്റെ കാര്യം പറയാം. എനിക്കറിയാവുന്ന മേഖലയാണല്ലോ. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വലുപ്പത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഞാൻ മീനിൻ്റെ മേഖല പറയാം. ഇപ്പം നിങ്ങൾ എഴുതി വെച്ചോ, അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മീൻ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളൊന്നായിട്ട് മാറും. കാരണം നമ്മുടെ മാർക്കറ്റിൽ വേണ്ട ഡിമാൻഡിനെ ഫുൾഫിൽ ചെയ്യാൻ നമ്മുടെ അവൈലബിലിറ്റി പോരാ. ഞാനിപ്പോൾ നമ്മുടെ ഫിഷറീസ് മിനിസ്റ്ററെ കണ്ടിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇവിടെ എത്രയും വേഗം മീനിൻ്റെ ഫാമിംഗ് തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ മറ്റ് സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തു കൊണ്ടുപോയിട്ട് നമ്മുടെ കാശും കൊണ്ടുപോകണം. ഇനി വരാൻ പോകുന്നത് പുറത്തുനിന്ന് മീനുകൾ വന്ന് അതിൻ്റെ കാശും കൂടെ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകും. യെസ്, വീണ്ടും നമ്മളൊരു ട്രേഡിങ്ങിലേക്ക് മാറും. ഇപ്പം ഞങ്ങൾ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഡിമാൻഡിനനുസരിച്ച് നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനുള്ള വഴികളിലൂടെ നീങ്ങണം. ഞാൻ അദ്ദേഹം ഭയങ്കര പോസിറ്റീവായിട്ട് അതിൻ്റെ അടുത്താണ്. അദ്ദേഹം എന്തെങ്കിലും നമുക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ അതാണ് ഇന്ത്യൻ മാർക്കറ്റ്. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ, ഇപ്പം പറയാം, വിയറ്റ്നാം എന്ന രാജ്യം, അവിടുന്ന് വരുന്നൊരു മീനാണ് ബാസ ഫില്ലറ്റ് എന്ന് പറയും. നിങ്ങൾ ഏതെങ്കിലും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ചെന്നിട്ട് മീനുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ അപ്പം പറയും, ഉണ്ട്. ഏതാ മീൻ? ബാസ എന്ന് പറയും. ഈ ബാസ മുഴുവൻ വരുന്നത് വിയറ്റ്നാം എന്ന ഒറ്റ രാജ്യത്തു നിന്നാണ്. വിയറ്റ്നാം എന്ന ചെറിയ രാജ്യത്തിൻ്റെ GDPയുടെ 4% ആ രാജ്യത്തിന് കൊടുക്കുന്ന ഈ ഒരു ഒറ്റ മീനാണ്. ലോകത്ത് എവിടെ പോയാലും ബാസ ഫില്ലറ്റ് ആയിരിക്കും എല്ലാ ഹോട്ടലിലും. അത് മുഴുവൻ വിയറ്റ്നാമിൽ നിന്ന് വരുന്നതാണ്. ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം 503 കണ്ടെയ്നറിലധികം ബാസ ഫില്ലറ്റാണ് ഇങ്ങോട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തത്. 1-2 അല്ല. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ ഒരു വലിയ മീനിൻ്റെ ഇമ്പോർട്ട് രാജ്യമായിട്ട് മാറും. നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞ മാനുഫാക്ചറിങ് നടന്നില്ലെങ്കിൽ, ഉൽപ്പാദനം വന്നില്ലെങ്കിൽ.
അതുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറഞ്ഞ മാർക്കറ്റ് ഭയങ്കര. നമ്മുടെ ഇന്ത്യൻ ജനതയുടെ പ്രൊക്യൂർമെൻറ്റ് പവർ ഉണ്ടല്ലോ, വാങ്ങുന്നതിനുള്ള ശേഷി ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന കാലത്ത് നെയ്മീൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന മീൻ ഐറ്റം. നിങ്ങൾ തന്നെ അറക്കുക എന്നാ പറയണത്, നെമ്മീനില്ലേ, നെമ്മീൻ. ഞാനൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ കിങ് ഫിഷ് എന്ന് പറയും, അല്ല സീർ ഫിഷ് എന്ന് പറയും. ഇന്ന് പക്ഷേ 1 കിലോ നെയ്മീൻ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്. കാരണം നമ്മുടെ ലോക്കൽ മാർക്കറ്റ് പ്രൈസ് അത്രയ്ക്ക് വലുതായി. മീൻസ് നമ്മുടെ ലോക്കൽ മാർക്കറ്റ് ലോക മാർക്കറ്റിനേക്കാളും മുകളിലെത്തി. ഇന്നലെ 1200 രൂപയാണ് കേരളത്തിൽ നെയ്മീനെങ്കിൽ അതേ നെയ്മീൻ ദുബായിൽ നിന്ന് ഞാൻ വാങ്ങിയത് 650 രൂപയ്ക്കാണ്. മനസ്സിലായി? അതാണ് അത്രയും വലുതായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ആരും വാങ്ങിയാലും ഇവിടെ ഒന്നിനും കൊള്ളിയാലെന്ന് ആരും ചിന്തിക്കുകയോ ചെയ്യരുത്. ഞാൻ മീനിൻ്റെ കാര്യം എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് മാർക്കറ്റ് പറഞ്ഞാൽ അതുപോലെയാണ് എല്ലാ മേഖലയിലും. ഇപ്പോൾ സാറ് എക്സ്പോർട്ടിങ് ഒരു ബിസിനസ് ചെയ്തിരുന്നല്ലോ, അപ്പോൾ അതിലാദ്യമായിട്ട് സാറ് ദുബൈയിലേക്കാണ് ഫിഷ് കയറ്റി അയച്ചിരുന്നത്. അപ്പോൾ ഞാൻ സാറിൻ്റെ ഒരു പോഡ്കാസ്റ്റ് സന്തോഷ് ജോർജ് കൊള്ളക്കാരൻ്റെ കൂടെ കേട്ടപ്പോൾ അതിൽ ഒരു സാധനം പറയുന്നത്, അതായത് നിങ്ങൾ കയറ്റി അയക്കുന്ന സമയത്ത് അവിടുത്തെ ടൈമിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത് കേടാവുമെന്ന് ഒരാൾ പറഞ്ഞിരുന്നു, അവിടുത്തെ കസ്റ്റംസിലുണ്ടായിരുന്ന ആരോ പറഞ്ഞിരുന്നു. ആ പ്രോബ്ലത്തിന് സാർ എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടെത്തിയെന്നുള്ളത് സാർ ആ പോഡ്കാസ്റ്റിൽ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് പറഞ്ഞുതരാൻ പറ്റും? അതായത് എന്നോട്, ഞാൻ ആദ്യമായിട്ട് ഒരു മീൻ മേടിച്ച് അത് ചെത്തിയിട്ട് അതിൻ്റെ ദശ മാത്രം, ഫില്ലറ്റ് എന്ന് ഞങ്ങൾ പറയും, ഫില്ലറ്റ് മാത്രമാണ് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പോണത്. ഞാനിതൊക്കെ പാക്ക് ചെയ്ത് 8-10 ബോക്സ് ഉണ്ട്, തെർമോക്കോൾ ബോക്സിൽ. ഇതൊക്കെയായിട്ട് ഞാൻ എയർപോർട്ടിൽ ചെല്ലുവാണ്. അപ്പോൾ എയർപോർട്ടിൽ ചെന്നാൽ കസ്റ്റംസ് ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്, ഇച്ചിരി പ്രായമായി, അദ്ദേഹം ഒരു പെൻഷൻ പറ്റാറൊക്കെ ആയ മനുഷ്യനാണ്. അദ്ദേഹത്തിനോട്, മോനെ നീ ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ എന്താ സാറേ, എടാ ഇത് നീ ഇവിടെ ഇപ്പോൾ 3 മണിക്കൂർ മുമ്പ് ഇവിടെ കൊണ്ടുവരണം, ഇത് ഇവിടുന്ന് 4 മണിക്കൂർ വേണം, പിന്നെ ഇത് പറന്ന് ദുബായ് ചെല്ലാൻ. അവിടെയാണെങ്കിൽ റിലീസ് ചെയ്യാൻ പിന്നെ 2-3 മണിക്കൂർ എടുക്കും. ഇന്നത്തെ പോലെ എല്ലാ എയർപോർട്ടിലും സ്റ്റോറൊന്നുമില്ല. അവിടെ ആ വെയിലത്തൊക്കെ ഇട്ട് അവിടുത്തെ ചൂടിനകത്ത് പുറത്ത് കിടക്കും. ഇതൊക്കെ വല്ലതും കേട് വന്നു കഴിഞ്ഞാൽ നിൻ്റെ മുഴുവൻ പൈസ നിനക്ക് ഇവിടെ തന്നെ കൊടുത്താൽ പോരെ, നീ ആലോചിച്ചാവുന്നൂടി എന്നൊക്കെ പുള്ളി പുള്ളി എന്നോട് ഇതുകൊണ്ടായിട്ടില്ല, എന്നോട് സ്നേഹം കൂടിയിട്ടുള്ളൂ വിചാരണം. ഞാനന്നൊരു പയ്യൻ ഇതും കൊണ്ട് എല്ലാം പോകാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലേ, വെറുതെ കളയണ്ടല്ലേ, പോകണ്ടില്ല എന്നോർത്ത് അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അദ്ദേഹം ഇത് പറയണത്. പക്ഷേ എനിക്ക് മീനിനെ എങ്ങനെ സൂക്ഷിക്കണം, എങ്ങനെ 24 മണിക്കൂർ കേടുകൂടാതിരിക്കാം എന്നൊക്കെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ആത്മധൈര്യം എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാനതിന് വിട്ടത്. അങ്ങനെ വിട്ടു. ഞാൻ എൻ്റെ കണക്കൂടെല്ലാം കറക്റ്റായി. അതുപോലെ തന്നെ അവിടെ ഒരു പ്രശ്നമില്ലാതെ എത്തി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് തായ്പേയ് എന്ന രാജ്യത്തേക്ക് എനിക്ക് ഓർഡർ കിട്ടി. തായ്പേയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല, നമ്മളിവിടുന്ന് സിംഗപ്പൂർ വിടണം, സിംഗപ്പൂരിൽ നിന്ന് മാറി കയറി പോകണം. പക്ഷേ അവർക്ക് ഭയങ്കര റേറ്റ്. അതുകൊണ്ട് ഇതിനകത്ത് ഐസ് ഇട്ട്, മറ്റത് ഞങ്ങൾ 100 കിലോ ഉണ്ടെങ്കിൽ 30 കിലോ ഐസായിരിക്കും. അപ്പോൾ ഐസ് 30 കിലോ വരും, അത്രയും കൂടി നമ്മുടെ ഫ്ലൈറ്റ് കൂടും പെർ കിലോയ്ക്ക്. അപ്പോൾ നമുക്ക് ഐസ് ഇടാനും പറ്റില്ല. ഐസ് എത്ര ഇട്ടാൽ നമ്മുടെ ഫ്ലൈറ്റ് വെച്ച് നമുക്ക് മുതലാകില്ല. അതിന് നമ്മൾ ആ ഒരു സിസ്റ്റം നമ്മൾ കണ്ടുപിടിച്ച് ഇവനെ എങ്ങനെ തണുപ്പിക്കണം, എങ്ങനെയാക്കണം എന്നൊക്കെ കണ്ടുപിടിച്ച്. അപ്പോൾ അത് നമ്മളിങ്ങനെ ദിവസം നമ്മൾ അതിനകത്തല്ലേ, ഉള്ളിലല്ലേ. അപ്പോൾ ഓരോ പ്രോബ്ലം വരുമ്പോഴും നമ്മളിങ്ങനെ അതിനെ പഠിച്ച് അതിനൊരു മാർഗ്ഗം ഉണ്ടാക്കും. അങ്ങനെ തായ്പേയ് ഞങ്ങൾ ഐസ് ഇല്ലാണ്ട്, ഐസ് ഒത്തിരി ഒന്നും ഇടാണ്ട് വെറും 5% ഐസ് കൊണ്ട് ആ സാധനത്തിൻ്റെ തായ്പേയ് വിട്ട് ഒരു കുഴപ്പമില്ല. അവൻ സിംഗപ്പൂരിൽ നിന്നും അവിടെ നിന്ന് മാറി അടുത്ത ഫ്ലൈറ്റിൽ കയറിയാണ് തായ്പേയ് പോണത്. ഒരു പ്രശ്നമില്ലാണ്ട്. അതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ്. നമ്മൾ തന്നെ ഇങ്ങനെ ഇതിൻ്റെ പിന്നാലെ നടന്നാൽ വരുമെന്നേ, വഴികൾ വരും. ഈ ഫ്രഷ് ടു ഹോമിൻ്റെ പാക്കിങ്ങിനെ കുറിച്ച് ആൾക്കാർ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് പറയുന്നൊരു സാധനമാണ്. സാധാ ഒരു പച്ചമീൻ തന്നെ ഇത്രയും അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ട് വീട്ടിലെത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് ആൾക്കാർ പറയുന്നില്ല. അങ്ങനെ ആൾക്കാർ നേരിട്ട് പറഞ്ഞ എന്തെങ്കിലും ഒരു സിറ്റുവേഷനോ? ഇതിപ്പോൾ ഫ്രഷ് ടു ഹോം ആയപ്പോൾ ഇപ്പം നമ്മുടെ ടീമില്ല, ഞങ്ങളെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നു. അതിനു മുമ്പ് സീറ്റ് ഹോം ആയിരുന്നു. സീറ്റ് ഹോം ആയിരുന്നപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. അന്ന് ഞാൻ തന്നെയാണ് മീൻ പാക്ക് ചെയ്യണം, ഞാൻ തന്നെയാണ് വാങ്ങണം, എല്ലാം ഞാൻ തന്നെ. തേവരയെന്ന് വിളിക്കണം, തേവര സ്ഥലം അറിയുമോ? കൊച്ചിയിലാണ്. നേവിയിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു മനുഷ്യനാണ് പുള്ളി. നേവിയിൽ ജോലി ചെയ്യാൻ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നും ജോലി ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം റിട്ടയർ ചെയ്ത് തേവരെ താമസിക്കുകയാണ്, മലയാളിയാണ്. അന്ന് സൈറ്റിൻ്റെ മുകളിൽ എൻ്റെ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ പോലെ നമ്മളെ നമ്പരല്ല, വേറെ CS നമ്പർ അങ്ങനെയൊന്നുമില്ല, എൻ്റെ നമ്പറാണ് എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ പുള്ളി മീനൊക്കെ ഓർഡർ ചെയ്ത് മീൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച്, എടോ ഈ മീനുകൾക്കൊരു ജീവനുണ്ടായിരുന്നേ, തന്നെ ഒന്ന് ഒരു സല്യൂട്ട് അടിച്ചതിനെന്ന് പറഞ്ഞു. ഞാൻ ചാന്താ സാർ. അപ്പോൾ പുള്ളി എന്നെ പരിചയപ്പെട്ടു, ഞാൻ ഇന്നയാളാണ്, ഞാൻ നേവിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇത്ര വയസ്സായി, നല്ല പ്രായമുള്ള മനുഷ്യനാണ്, ഇത്ര വയസ്സായി. ഞാൻ മനസ്സിലായി, ഇവിടെ ആരാണ്ട് എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഓൺലൈനിൽ കൂടി മീൻ കിട്ടും, ആ മനോരമയിൽ ഞാൻ വായിച്ചു ഓൺലൈനിൽ കൂടി മീൻ കിട്ടുമെന്ന്. അന്ന് ഒരെണ്ണം മേടിക്കാമെന്ന് ഓർത്ത്, അല്ല ഫോബ്സിൽ ഇങ്ങനെ വന്നിട്ട് ഞാൻ എന്നാൽ ഓർഡർ ചെയ്യാൻ ഞാൻ തൻ്റെ സൈറ്റിൽ കയറിയിടും. സൈറ്റിൽ കയറിയപ്പോൾ നോക്കിയപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിയാണ്. അപ്പം ഇനി തട്ടിപ്പോ വെട്ടിപ്പോ ആണെങ്കിലും
ക്യാഷ് ഓൺ ഡെലിവറി ഇവിടെ വന്ന പൈസ അവിടുന്ന് മതിയില്ല. ഞാൻ ഏതൊരു രസത്തിന് ഒരെണ്ണം ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് SMS വരുന്നു, തൻ്റെ നമ്പർ STHK എന്നൊക്കെ നമ്പറൊക്കെ വന്ന്, ഓർഡർ നമ്പറൊക്കെ വന്നു, എല്ലാം വന്നു. അപ്പോൾ ഞാനോർത്ത് ആരെങ്കിലും ഒരു പയ്യൻ ഒരു 50 പൈസയുടെ കിറ്റിനകത്ത് ഇതൊക്കെ ആയിട്ട് വരും എന്നോർത്ത് ഞാനങ്ങനെ ഇരിക്കുവാണ്. വന്നില്ലല്ലോ, എനിക്കത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു പയ്യനെ സ്കൂട്ടറിൽ തൻ്റെ ടീഷർട്ടൊക്കെ ഇട്ട് ഒരു ചെറിയ തെർമോക്കോൾ ബോക്സ് എൻ്റെ കൊണ്ട് തന്നു. ഞാൻ ബോക്സ് പൊട്ടിച്ച് നോക്കിയപ്പോഴേ മീൻ നല്ല അടിങ്ങി നല്ല വൃത്തിയായിട്ടിരിക്കുന്നു. അതുങ്ങൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. അവർ എഴുന്നേറ്റ് തന്നെ സല്യൂട്ട് അടിച്ചതെന്ന്. മനസ്സിലായി? ഇങ്ങനത്തെ ചില കോളുകൾ നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടല്ലോ, നമുക്കുണ്ടാകുന്ന നമ്മൾ ചെയ്തതിനോടുള്ള ഒരു ഇത് നമുക്ക് തന്നെ ഒരു തൃപ്തി വരികയല്ലേ. അത്തരം കോളുകളൊക്കെ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര, അത് ആ മനുഷ്യൻ ആരാന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോയെന്നും അറിയില്ല. അങ്ങനത്തെ കോളുകളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ സ്വാധീനിക്കും. നമ്മൾ ചെയ്തത് അംഗീകരിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴേ അദ്ദേഹം പറയുമ്പോൾ അതൊരു പാക്കിങ്, പക്ഷേ അതൊക്കെ ഞാൻ എത്ര ദിവസം കഷ്ടപ്പെട്ടിട്ടാണ് അതങ്ങനെ കണ്ടുപിടിച്ചെന്നറിയോ. ആ തെർമോക്കോൾ ബോക്സിൻ്റെ എൻ്റെ വലിപ്പത്തിന് തെർമോക്കോൾ ബോക്സ് ഉണ്ടാക്കാനൊക്കെ ഞാൻ ആഴ്ചകളോളം തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലെ കമ്പനി പോയി അവരെ കൊണ്ട് അങ്ങനെയൊക്കെ ആക്കി എടുത്താണ്. അപ്പോൾ നമ്മൾ കുറേ കഷ്ടപ്പെട്ടാണ് അത് ആ രൂപത്തിലായത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഭിമാനവും സന്തോഷമൊക്കെ ഉണ്ടല്ലോ, ഞാൻ ചെയ്തത് ശരിയായി എന്നൊരു തോന്നൽ. സാറിന് ഇപ്പോൾ എന്താ പറയുക, ഈ സക്സസ് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ അതിൻ്റെയോടുള്ള ഡീമെറിറ്റ് എന്താണ്? ഡീമെറിറ്റ് നിങ്ങൾക്ക് ഈ സക്സസ് ഉണ്ടായി എക്സ്പീരിയൻസ് ചെയ്തില്ലേ, അവർ കുറേ ഡീമെറിറ്റ് ഉണ്ടാവില്ലേ, കുറേ നഷ്ടപ്പെട്ട കാര്യങ്ങൾ, അതെന്തൊക്കെയാണ്? നഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളുടെ അമ്പലത്തിലൊക്കെ ഒരു ഉത്സവം വന്നാൽ, പള്ളിയിലെ പെരുന്നാൾ, ഇപ്പം നമുക്ക് ചിലപ്പോൾ അതിനകത്തൊന്നും കൂടാൻ പറ്റില്ല. മനസ്സിലായി? അങ്ങനത്തെ അപ്പം നമുക്കില്ല, അത് കൂടാൻ പറ്റാതെ വരുമ്പോൾ, അല്ല ചിലപ്പോൾ ഒരു ദിവസം രാത്രി അർജൻറ്റിൻ്റെ കളി കാണാൻ പറ്റിയില്ല, അപ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും, മിസ്സായല്ലോ എന്ന് തോന്നും. മനസ്സിലായി? അങ്ങനത്തെയൊക്കെ ചില സങ്കടങ്ങൾ, അല്ലാതെ എനിക്ക് അത്ര വലിയൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബത്തൊക്കെ ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ, ചില ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് പങ്കെടുക്കാൻ പറ്റാതെ വരും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് രണ്ട് കല്യാണവും ഒരു പ്രവാസത്തിലേക്ക് ഉണ്ട്. അവിടെയൊക്കെ ആകുമ്പോൾ എൻ്റെ എല്ലാ ബന്ധുക്കളും ആൾക്കാരും എൻ്റെ സുഹൃത്തുക്കളെല്ലാം വരുന്ന സ്ഥലം. അപ്പോൾ അവിടെ ഞാനില്ലാതെ വരുമ്പോൾ എനിക്ക് അവരൊന്ന് കാണാനൊക്കെ കിട്ടുന്നൊരവസരമല്ലേ, അവർക്ക് എന്നെ കാണാൻ. അത് ഇല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു 5-6 രാജ്യങ്ങൾ പോകാൻ വേണ്ടി കറക്കത്തിലായിരുന്നു. അപ്പോൾ അതെല്ലാം നടന്നുപോയി അതിനിടയ്ക്ക്. അപ്പോൾ അങ്ങനത്തെ ചില മിസ്സായി. സാറ് ഫസ്റ്റ് ഈ C2 ആ സാധനം കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ സാറിന് ഈ കസ്റ്റമേഴ്സിന് എത്തിക്കാനായിട്ട് ഒരുപാട് സപ്ലയറിൻ്റെ ഒരു കണക്ഷൻ ഇല്ലേ? ഈ സപ്ലയറിൻ്റെ കണക്ഷന് ഇവര് നല്ല പ്രൊഡക്റ്റ് തരുന്നു, പറ്റിക്കൂല എന്നും ഉള്ള ആ ഒരു മനസ്സിലാക്കലോ അങ്ങനത്തെ ടൈപ്പ് ഗ്രൂപ്പ് ആൾക്കാർ എങ്ങനെ കിട്ടിയത് സാറിന്? കാരണം നമുക്കറിയാം ഈ ബിസിനസ്സിലൊക്കെ പ്രത്യേകിച്ച് കുറേ ആൾക്കാരെ പറ്റിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഒരു ചിലപ്പോൾ ഉടായ്ക്ക് ക്വാളിറ്റി മീനൊക്കെ തന്നിട്ട് പറ്റിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ക്വാളിറ്റി പ്രൊവൈഡിങ് സപ്ലൈസിനെ കിട്ടി എങ്ങനെ ഉറപ്പുവരുത്തുക? ഈ മീൻ ബിസിനസ്സിലെ തട്ടിപ്പും വെട്ടിപ്പും എല്ലാം തരികിടാൻ നടക്കുന്ന എവിടെയെന്ന് അറിയാമോ? മിഡിൽമെന്മാരാണ്. അതായത് മീൻ പിടിക്കാൻ പോകുന്ന പാവങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല. മീൻ അവിടെ ലേലം ചെയ്യുന്ന അതിൻ്റെ തരകന്മാർ ഇതൊന്നും ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള പോയിൻ്റ് തൊട്ട് മാർക്കറ്റ് വരെ എത്തുമ്പോഴാണ് ഈ പരിപാടികളെല്ലാം നടക്കുന്നത്. അതൊക്കെ എനിക്ക് അതിനകത്ത് അനുഭവിച്ച് പരിചയമുണ്ട്. അപ്പം ഞാനത് കാരണം ഒരു മിഡിൽമെന്മാരെ ഞാൻ ഒരിടത്തും ആശ്രയിച്ചിട്ടില്ല. ഡയറക്റ്റ് കടപ്പുറത്ത് വാങ്ങും. ഇപ്പോഴും ഫ്രഷ് ടു ഹോം അതേ പാതയിലാണ്. ഡയറക്റ്റ്, നമ്മളൊരു മിഡിൽമെന്നെ ഉപയോഗിക്കുന്നില്ല. മിനിമം നിങ്ങൾ ഒരു മാർക്കറ്റിൽ മീൻ വരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയോ, മിനിമം 3-4 ആൾക്കാർ കൈമറിഞ്ഞാണ് ആ സാധനം വന്നേക്കുന്നത്. ഈ 3-4 ആൾക്കാർ ഈ സാധനം കൊണ്ട് വേറെ സ്ഥലത്ത് മറിച്ച് തിരിച്ച് അവിടുന്ന് എടുത്ത് ഐസ് ചെയ്ത് വീണ്ടും അങ്ങനെയൊന്നും വരുന്നില്ല. ഒറ്റ വണ്ടിയായിരിക്കും വരുന്നത്. പക്ഷേ അതിനിടയ്ക്ക് 3-4 പേരുടെ ഒരു റൊട്ടേഷൻ നടക്കുന്നുണ്ട് അതിനിടയ്ക്ക്. അതായത് മത്സ്യത്തൊഴിലാളികളെന്ന് പറയുന്ന ആൾക്കാർ വളരെ ശുദ്ധന്മാരും വളരെ പാവങ്ങളുമാണ്. എനിക്ക് അവരുമായിട്ട് ഇത്രയും വർഷത്തെ പരിചയമുണ്ട്. ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ ഇത്രയും ആത്മാർത്ഥമുള്ള ഒരു വിഭാഗത്തിന് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെല്ലാവരും ഒരു പക്ഷേ 2018 വെള്ളപ്പൊക്കം വന്നപ്പോഴായിരിക്കും അവർ മനസ്സിലാക്കിയത്. അവർ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവർ വെള്ളം കൊണ്ടുവന്നത്. അല്ലല്ല, അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒന്നുമല്ല, അവരങ്ങ് ഇറങ്ങുവാണ്. അതാണ് അവരുടെ ആത്മാർത്ഥത എന്ന് പറഞ്ഞത്. അങ്ങനത്തെ ആത്മാർത്ഥമുള്ളവരൊന്നും ഒരു വിഷവും ചേർക്കുകയില്ല, ഒന്നും ചെയ്യല. അവർ ഇത് നല്ലതായിട്ട് കൊടുക്കണമെന്നും നല്ലതായിരിക്കണമെന്നും തന്നെയാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് 100% ഇപ്പോഴും നേരിട്ട് നമ്മൾ മത്സ്യത്തൊഴിലാളികൾക്ക് നിന്ന് എടുത്താൽ ഈ യാതൊരുവിധ കെമിക്കലോ സാധനം ഉണ്ടാകുകയില്ലെന്ന് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് അവിടെ നിന്ന് മാത്രമേ എടുക്കാറുള്ളൂ. ഇപ്പം കുറേ നേരമായി നമ്മൾ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ നമ്മളെടുത്ത് സാറിന് എന്താ ചോദിക്കാല്ലേ? അല്ലെ നമ്മളെ ഓഡിയൻസിൻ്റെ അടുത്ത് നിങ്ങളിപ്പോൾ ഇത്രയും വർഷം പഠിച്ച് ഇവിടം വരെയൊക്കെ ഇപ്പോൾ ഒരു ഏകദേശം നിങ്ങൾക്ക് സ്വന്തം തീരുമാനം എടുക്കാവുന്ന ഒരു അവസ്ഥയിലായി. നിങ്ങൾക്ക് ഒരു ജോലിക്കാരനാകാനാണോ താല്പര്യം? എന്നെ സൂപ്പിക്കാൻ വേണ്ടി പറയരുത്. അതോ ബിസിനസ്സുകാരനാകാനാണോ? ബിസിനസ്. ഉറപ്പാണോ? ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല.
നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയാൽ അത് വിജയിക്കണമെന്നില്ല. എന്നാലും ബിസിനസ്സുകാരനാകാനാണോ താല്പര്യം? ഉറപ്പാണോ? അങ്ങനെ ഉണ്ടെങ്കിലേ രക്ഷപ്പെടുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ കോളേജിൽ നിന്ന് കഴിയുമ്പോൾ ക്യാമ്പസിൻ്റെ ഒരു ജോലി കിട്ടും. നിങ്ങളങ്ങനെ ഒരു ജോലിക്ക് പോയാൽ നമ്മളെപ്പോഴും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് പെട്ടാലില്ലേ, അതൊരു കംഫർട്ട് സോണാണെങ്കിൽ നമ്മളവിടെ കുടുങ്ങിപ്പോവും. ഇപ്പം ഞാനൊരു കമ്പനി ജോലി ചെയ്തു, 11 വർഷം അവിടെ ജോലി ചെയ്യാൻ കാരണം അതെനിക്ക് ഭയങ്കര കംഫർട്ട് സോണായിരുന്നു. ആ കമ്പനിയുടെ ഓണർ ഞാനല്ലെങ്കിലും ആ കമ്പനിയുടെ തീരുമാനം എടുക്കുന്നതും എല്ലാത്തിലും മാനേജ്മെൻറ്റ് ടോപ്പ് ലെവലിൽ ഞാനുണ്ടാവും. എന്നോട് ചോദിക്കും, MD ഞങ്ങൾ തമ്മിൽ ആലോചിച്ചിട്ട് എല്ലാ കാര്യവും എൻ്റെ സ്വന്തം കമ്പനി പോലെ ഞാൻ നടത്തുമായിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കവിടെ ഭയങ്കര സ്വാതന്ത്ര്യവും ഞാൻ ഭയങ്കര കംഫർട്ട് സോണായിരുന്നു. അതിനൊരു സാമ്പത്തികം നോക്കണ്ട, അല്ലാണ്ട് തന്നെ നമുക്ക് മനസ്സിൽ കിട്ടുന്ന തൃപ്തി ഉണ്ടല്ലോ, നമ്മുടെ തീരുമാനം നടപ്പാക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ഐഡിയകൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു തൃപ്തി. അതും ഒരു സീ ഫുഡ് ആകുമ്പോൾ എനിക്ക് കുറച്ചൊരു സന്തോഷം. അപ്പോൾ അങ്ങനെ നിങ്ങളും ഏതെങ്കിലും ഒരു കംഫർട്ട് സോണിൽ ചെന്ന് പെടാനുള്ള സാധ്യത കൂടുതലാണ് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ. അപ്പോൾ നിങ്ങൾ ഓരോ സ്ഥലത്ത് നിന്ന് പെടുമ്പോഴും മനസ്സിൽ ആലോചിക്കണം, ഇതെനിക്ക് കംഫർട്ട് സോണായിട്ട് മാറി എൻ്റെ സ്വപ്നത്തെ ഇവിടെ കെടുത്തി കളയുമോ എന്ന് നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് എപ്പോഴും എനിക്ക് ബിസിനസ് ആണെന്ന് പറയുമ്പോഴും നിങ്ങൾ ഇതിനിടയ്ക്ക് ജീവിതമല്ല, ജീവിതത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾക്ക് പല സമ്മർദ്ദങ്ങളുണ്ടാവും. അപ്പോൾ ഇപ്പോൾ എനിക്ക് അവിടുത്തെ ജോലി കഴിഞ്ഞപ്പോൾ എന്നോട് ദുബായ് പോകാൻ പറഞ്ഞു വീട്ടിൽ. ദുബായിലേക്ക് ജോലിയും കിട്ടി, 2 കമ്പനിയിൽ നിന്ന് എനിക്ക് ജോലി കിട്ടി, ഞാൻ പോയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് പരാജയപ്പെടുമ്പോൾ വീണ്ടും ആൾക്കാർ പറയാം മര്യാദയ്ക്ക് പോകാൻ പറഞ്ഞാണ്. അപ്പം നമ്മൾ ചിന്തിക്കും ശരിയായിരുന്നു, ഞാൻ പോയേക്കാം. നമ്മളും അങ്ങനെ ചിന്തിച്ചു പോകും. പക്ഷേ അതൊന്നും എനിക്ക് തടസ്സമല്ല. ഞാൻ എൻ്റെ തീരുമാനത്തിനും എൻ്റെ ലക്ഷ്യത്തിലേക്കും തന്നെ നടക്കുമെന്ന് തീരുമാനിച്ചാൽ മാത്രമേ നിങ്ങൾ ഇതിന് ഇറങ്ങാവുള്ളൂ. വിഷമങ്ങളില്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ, സങ്കടങ്ങളില്ലാതെ ബിസിനസ്സുകാരനാകാൻ നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത്. ഒത്തിരി സങ്കടം വന്നാൽ എന്നെപ്പോലെ ഏതെങ്കിലും ലോഡ്ജ് റൂമെടുത്ത് പൊട്ടിക്കരഞ്ഞേക്കണം. കുറച്ച് കരയുമ്പോൾ നമുക്കൊരു സമാധാനമൊക്കെ ഉണ്ടാകും. അല്ല, ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ, ഒരു കേസ് പോലത്തെ ഒരു ക്വസ്റ്റ്യനാണ് സാറിന്. ഇപ്പോൾ സാറിൻ്റെ കയ്യിൽ ഒരു 20 കോടി അല്ലെങ്കിൽ 30 കോടി ഏതെങ്കിലും ഒരു എമൗണ്ട് സാറിന് എവിടെയെങ്കിലും ഒരു ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടുകയാണ്, സാർ ഏത് ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യും? അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതൊരു സ്ഥലത്ത് കൊണ്ട് അത് ഇൻവെസ്റ്റ് ചെയ്യും? സ്ഥലത്തല്ല, ഞാൻ എന്തായാലും അതിനകത്തൊരു 50% ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ അത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പിൽ ചെയ്യും. കേരളത്തിലെയും ഇന്ത്യയിലെയും സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് പഠിച്ചിട്ട് എനിക്ക് ബോധ്യപ്പെട്ട് നല്ലതെന്ന് തോന്നുന്ന സ്റ്റാർട്ടപ്പുകൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ എന്നെ പറയണം, പരമ്പരാഗത ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാലം കഴിഞ്ഞു. നമ്മളൊക്കെ എവിടെ നിന്ന് കിട്ടിയാലും ഒന്ന് സ്ഥലം മേടിക്കും, അല്ല പെര വയ്ക്കും, ഇതൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നത് അല്ലേ? ഒരു ഫ്ലാറ്റ് മേടിക്കും, ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാലമൊക്കെ മാറി. ഇന്ന് നമ്മുടെ കുട്ടികളുടെ നിങ്ങളെപ്പോലുള്ളവർ ഐഡിയയിലും സ്റ്റാർട്ടപ്പിലും വൈഭവത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാലമാണിത്. നിങ്ങൾ 100 സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 99 പൊട്ടിപ്പോകുന്ന മനസ്സ് നിങ്ങൾ കരുതിക്കൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ. ഒരെണ്ണം മതി. ഇനി ഫ്രഷ് ടു ഹോം ഒരു IPOയിലേക്ക് വരാനുള്ളൊരു ഇതൊക്കെ ഞങ്ങൾ IPOയിലേക്കുള്ളൊരു യാത്രയിലാണ്. ഞങ്ങൾ ഓർക്കുന്നു 2 വർഷത്തിനുള്ളിൽ IPO ചെയ്യാൻ പറ്റും എന്നൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മളെ കാലിഫിൻ്റെ ഒരു മോട്ടോ തന്നെ ഹാപ്പിനെസ് ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ ആണ്. അപ്പം സാറിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ വാട്ട് ഈസ് ഹാപ്പിനെസ്? എൻ്റെതിൽ ഞാൻ പറയാം, ഒന്ന്, എനിക്ക് എൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് ജീവിക്കണം. ഞാൻ മറ്റൊരാളുടെ തീരുമാനത്തിനനുസരിച്ച് ജീവിക്കുക, മറ്റൊരാളുടെ തീരുമാനത്തിനനുസരിച്ച് ഞാൻ തീരുമാനങ്ങൾ എടുക്കുക, അതിനോട് എനിക്ക് ഒട്ടും അങ്ങോട്ട് അംഗീകരിക്കാനേ പറ്റിയല്ല. പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അതാണ് എൻ്റെ ഏറ്റവും വലിയ സാധനം. പിന്നെ ഇപ്പോൾ എനിക്ക് സംബന്ധിച്ച് ഞാൻ ഇന്ത്യയിൽ തുടങ്ങിയ ബിസിനസ് ഒരു പുതിയൊരു മുഖവും യുവാക്കൾക്കായാലും എല്ലാവർക്കും ഒരു പുതുതായിട്ടൊരു പ്രചോദനം നൽകാൻ പറ്റിയെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ തന്നെ എന്നെ കേൾക്കാൻ തയ്യാറായല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നൊരു സന്തോഷം. അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് എല്ലാ കാര്യവും എൻ്റെ തീരുമാനത്തിനനുസരിച്ച് പോകണം, എൻ്റെ ഇഷ്ടം. അത് ചിലപ്പോൾ ഒരു സ്വാർത്ഥത കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. അത് എനിക്ക് ഭയങ്കര, അത് ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പോകുന്നുണ്ട്. ഞാൻ ടീമിനോടൊക്കെ ആലോചിക്കുകയും ടീമെല്ലാം കൂടി ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞു, എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ എൻ്റെ വീട്ടിൽ ആലോചിക്കാതിരിക്കും, എല്ലായിടത്തും ആലോചിക്കും. എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട് ഒരു ജനാധിപത്യ രീതിയിലാണ് പോകുന്നതെങ്കിലും എൻ്റെ താല്പര്യം ആരും പറഞ്ഞിട്ട് ഞാനൊരു കാര്യം ചെയ്യുന്നതിനോടോ കൊണ്ടു നടക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. സർ താങ്ക്സ്. കാരണം നമുക്ക് ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ആളുടെ സംസാരിക്കാൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ സാറ് എങ്ങനെ ഫോർമലായിട്ട് അല്ലെങ്കിൽ ഫുൾ ബിസിനസ് ആയിട്ട് എടുത്ത് സാറാകുമ്പോൾ നമുക്ക് ഫുൾ ഓപ്പണായിട്ട് എന്തും ചോദിക്കാം. പേഴ്സണൽ ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും സ്റ്റുഡൻസിന് ഡൗട്ട് എന്തും ചോദിക്കാന്നുള്ള സാധനത്തിൽ ഫസ്റ്റ് താങ്ക് യു സാർ. നമ്മുടെ
ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സ്റ്റുഡൻസ് ഓൺടർപ്രണർഷിപ്പിലേക്കും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുക, ഒരുപാട് ഫാമിലി ബിസിനസ്സൊക്കെ ടേക്ക് ഓൺ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെപ്പോലത്തെ ഓൺടർപ്രണേഴ്സിന് അല്ലെങ്കിൽ നമ്മൾ ഓഡിയൻസിനാണെങ്കിലും ഓഡിയൻസ് ഓൺടർപ്രണേഴ്സിനൊക്കെ കൊടുക്കാൻ പറ്റിയൊരു അഡ്വൈസ് സാറിൻ്റെ ഭാഗത്തു നിന്ന് എന്താണ്? നിങ്ങളുടെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അടുത്ത ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങളെപ്പോഴും ഞാൻ എപ്പോഴും പറയാം, നിങ്ങളുടെ പാഷന് നിങ്ങൾ തിരഞ്ഞെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാരണം ആരെങ്കിലും കാണിക്കുന്നതുകൊണ്ടോ ചെയ്യുന്നതുകൊണ്ടോ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ താല്പര്യം നിങ്ങൾ സംരക്ഷിക്കണം. ഒപ്പം നിങ്ങൾ ഇനി ലോകത്ത് വളരണമെങ്കിൽ നിങ്ങളിപ്പം നിൽക്കുന്ന നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾക്ക് എത്താവുന്ന മാക്സിമം നിങ്ങൾ വിദ്യാഭ്യാസം നേടിയെടുക്കണം. അതില്ലാതെ നമുക്ക് ഇനിയുള്ള കാലത്ത് ഡ്രോപ്പ് ഔട്ടുകളാണ് വിജയിക്കുന്നത്, അങ്ങനത്തെ ഒരു ധാരണ വരരുത്. നിങ്ങൾക്ക് മാക്സിമം വിദ്യാഭ്യാസം നേടിയെടുക്കണം. അതിനോടൊപ്പം വേണം നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ. സ്വന്തം പാഷനും പിന്നെ അതിനകത്തേക്ക് ഇന്ന് നിങ്ങൾ പഠിക്കുന്നതിനുള്ള മാക്സിമം ടെക്നോളജി അതിനകത്തേക്ക് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഇനി ബിസിനസ് വളരാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിലുപരി അതെങ്ങനെ ചെയ്യുന്നു എന്നത് പ്രധാനമാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. അതുകൊണ്ടാണ്. താങ്ക് യു സർ. അവസാനമായിട്ട് ഇൻ്റർവ്യൂ ഒന്നുമല്ല, ഇപ്പം ഇൻ്റർവ്യൂ അല്ല, ജസ്റ്റ് കാഷ്വലായിട്ട് ചോദിക്കുകയാണ്. ഇപ്പം സാറിൻ്റെ ഫസ്റ്റ് ഹോമിന് ഓൾമോസ്റ്റ് 13 ഫാക്ടറീസ് ഇന്ത്യയിലുണ്ടെന്നാണല്ലോ. നമ്മളെപ്പോലത്തെ സ്റ്റുഡൻസിന് എപ്പോഴാണ് ആക്കൊന്ന് കാണാൻ കഴിയുക? സാറിൻ്റെ കൂടെ ഒരു ഇൻറ്റേൺഷിപ്പ് എന്നുള്ള രീതിയിലൊക്കെ. ഞങ്ങളുടെ ഇൻറ്റേൺഷിപ്പിന് ഞങ്ങൾ പിള്ളേരെ കൊടുക്കുന്നുണ്ട്, ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അല്ലാതെ ഞങ്ങളുടെ ഫാക്ടറികളിൽ ആരെയും ഞങ്ങൾ വിസിറ്റിങ്ങിന് അനുവദിക്കില്ല. കാരണം ഇത് ആഹാര പദാർത്ഥം ആയതുകൊണ്ട് നമ്മൾ ആരെയും അങ്ങനെ കുട്ടികളെയൊന്നും അങ്ങനെ അനുവദിക്കില്ല. അങ്ങേയറ്റം ഞങ്ങൾ വർഷത്തിൽ 1-2 ദിവസം ഞങ്ങളുടെ ചില കസ്റ്റമേഴ്സിനെ വരാൻ അനുവദിക്കും. അതും 2-3 പേര് ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഇതിന് അത്രയും മാത്രമേ കൊണ്ടുപോകുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു ആഹാര സാധനമല്ല. അവർ നടക്കുന്ന ഓരോ വഴിയിലും ആഹാരമാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ ഒന്നും